ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചതുർത്ഥ സ്കന്ധത്തിൻ്റെ ലക്ഷണം വിസർഗം എന്നാണ്. പുരുഷാർത്ഥ സ്കന്ധം എന്നും പേരുണ്ട്. പുരുഷാർത്ഥങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ വളരെ പ്രധാനം മോക്ഷമാണ്. ശരിക്കും പറഞ്ഞാൽ ധർമ്മവും മോക്ഷവും അത്രയേ വേണ്ടൂ. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ആരും അതിലേക്ക് വരില്ല എന്നുള്ളതുകൊണ്ട് ആദ്യം ധർമ്മവും അവസാനവും മോക്ഷവും വെച്ച് നടുക്ക് നമുക്ക് പ്രിയപ്പെട്ട അർത്ഥകാമങ്ങളെ വെച്ച് ഋഷിമാർ മോക്ഷത്തിലേക്ക് എത്തിക്കുകയാണ്. കാമം വേണ്ട, അതുപോലെ അർത്ഥം സമ്പാദിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആവാം, ധാർമ്മികമായിട്ട് സമ്പാദിച്ചോളൂ, ധാർമ്മികമായിട്ട് കാമം അനുഭവിച്ചോളൂ. അങ്ങനെയാണ് ആദ്യം ധർമ്മത്തെ വെച്ചു, പിന്നെ അർത്ഥകാമങ്ങൾ. ധാർമ്മികമായിട്ടാണ് അർത്ഥവും കാമവും നേടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പം വിരക്തി വന്ന് മോക്ഷത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ അത് ധാർമ്മികമായിട്ടല്ല എന്നുള്ളതാണ് താല്പര്യം. അപ്പം മോക്ഷത്തെ പ്രതിപാദിക്കുന്ന ആ ഒരു കഥ, അതാണ് പുരഞ്ജനോപാഖ്യാനം. തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ വ്യാഖ്യാനമായിട്ടാണ് പറയുക. എന്താ അതിനുണ്ടായ സന്ദർഭം? ധ്രുവൻ്റെ കഥ പറഞ്ഞ സമയത്ത് ഇത് നാരദ മഹർഷി പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് പാടി എന്ന് പറഞ്ഞപ്പോഴാണ് ആരാണ് പ്രചേതസ്സുകൾ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. ധ്രുവൻ്റെ വംശം വർണ്ണിച്ചു. അതിൽ കുറേ രാജാക്കന്മാരുടെ കഥ, അങ്കൻ്റെ കഥ, വേനൻ്റെ കഥ, പൃഥുവിൻ്റെ ചരിത്രം, അങ്ങനെ പൃഥുവിൻ്റെ കഥ പറഞ്ഞ് അങ്ങനെ വർണ്ണിച്ച് വരുമ്പോൾ അതിലാണ് ബർഹിഷത്ത് എന്ന് പേരായിട്ടൊരു രാജാവ്. ആ ബർഹിഷത്തിൻ്റെ മക്കളാണ് പ്രചേതസ്സുകൾ. അതാദ്യം പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയാൻ പറ്റുമോ? പൃഥുവിൻ്റെ കഥ പറയാണ്ടിരിക്കാൻ പറ്റുമോ? പറഞ്ഞു വരുമ്പം ചിലതൊക്കെ എത്തുമ്പോൾ ഇത് പറയാണ്ട വയ്യട്ടോ എന്ന് തോന്നുമ്പോഴത് വിസ്തരിക്കുകയാണ്. അതാണ് പൃഥുവിൻ്റെ മഹിമ. ഇത്രയ്ക്കധികം ഫലശ്രുതി പറഞ്ഞൊരു കഥ ഭാഗവത്തിൽ വേറെ ഇല്ല. വിവരമില്ലാത്ത ആൾക്കത് വായിച്ചാൽ വിവരം ഉണ്ടാവും. ചിത്തപ്പേരുള്ളവർക്ക് അത് പോയി നല്ല പേരാവും. ആയുസ്സില്ലാത്തവർക്ക് ആയുസ് വർദ്ധിക്കും. രോഗമുള്ളവർക്ക് രോഗം മാറും. അനുദിനമിതമാതരേണ ഷണ്വൻ. ദിവസവും ഇത് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ദുഃഖം ഉണ്ടാവില്ല. ഭക്തി വർദ്ധിച്ച് ഭഗവാനിലേക്ക് ചേരാൻ സാധിക്കും എന്നൊക്കെ ഇത്രയ്ക്കധികം ഫലശ്രുതി ഇങ്ങനെ പറയണത് എന്താ? അതെന്താ ചോദിച്ചാൽ അതാണ് ആ പൃഥുചരിത്രത്തിൻ്റെ പ്രത്യേകത. അത് നിസ്സാര കഥയല്ല എന്നർത്ഥം. ആ പൃഥുവിൻ്റെ കഥ കേട്ടാൽ പോരാ, അയാളുടെ ഗുണമൊക്കെ നമുക്കും വേണം. അതാണ് താല്പര്യം. കഥ കേൾക്കുക പറഞ്ഞാൽ വെറുതെ ഇരുന്ന് കേൾക്കുക എന്നുള്ളതല്ല. അത് ചെവിയുടെ വ്യായാമമേ ഉള്ളൂ. അതല്ല, അതിരുന്ന് ആ പറഞ്ഞതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. പൃഥുവിൻ്റെ വിനയം, ഭക്തി, ശ്രദ്ധ, താൻ ആ യാഗം ചെയ്യുമ്പോഴുള്ള ഭാവം, അത് മുടങ്ങിയപ്പോഴും മനസ്സൊന്നും നോക്കും, ഒന്ന് ഇളകിയില്ല. യത് സമചിത്തവർത്തി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. തൻ്റെ ആ സമചിത്തവർത്തിത്വമാണ് എനിക്കിഷ്ടപ്പെട്ടത്. ജയിച്ചപ്പോഴും തോറ്റപ്പോഴും രണ്ടും പ്രശ്നമില്ല, രണ്ടും ബാധിക്കാണ്ട് അങ്ങനെ നിൽക്കണം വെച്ചാൽ എന്താ അയാളുടെ മനസ്സിൻ്റെ ആ ഒരു ഭാവം. ഈ ഒരു ഭാവത്തിൽ കഴിയുകയാണെങ്കിൽ അയാൾക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആവാൻ ശ്രമിക്കുക. അതിനാണ് ഇപ്പം ഈ ഒരു കഥയൊക്കെ കേൾക്കുന്നത്. ആ വംശം വർണ്ണിച്ച് വരുമ്പോൾ അതിനാണ് ബർഹിഷത്ത്. അയാൾ അറിയപ്പെട്ടത് പ്രാചീന ബർഹിസ് എന്നുള്ള പേരില്ല. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ ഹോബി യാഗം ചെയ്യലാണ്. കർമ്മഠനാണ്. കർമ്മഠൻ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നു, എന്തിനും ആലോചിക്കുന്നില്ല. ചിലപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ പറ്റിപ്പോകാറുണ്ട്. എന്തിനും ഒന്നും ആലോചിക്കില്ല, എന്തിനും ചോദിച്ചാൽ ഇഷ്ടാവില്ല, ചോദിച്ചാൽ അയാൾ മോശക്കാരനായിട്ടാണ് കണക്കാക്കുന്നതാണ്. നമുക്കിപ്പോൾ അറിയാത്തൊരു സംഗതി ചോദിക്കുമ്പം അങ്ങനെയൊന്നും ചോദിക്കരുത്. പണ്ട് മുത്തച്ഛനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ല, അത് എന്തിനാണെന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുത്താൽ അവർ അത് പറഞ്ഞു കൊടുക്കാണ്ട് ശാസിച്ചുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ നമുക്കറിയില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ആർക്കും ഉത്തരം കിട്ടണില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് അനാചാരമാണെങ്കിലോ അങ്ങനെ വരാലോ. പലതും ഇടയ്ക്കൊക്കെ അങ്ങനെ വന്നു പോയതൊക്കെ ഉണ്ട്. അതുണ്ടെങ്കിൽ തിരുത്തണം. സദാചാരം മതി, അനാചാരവും ദുരാചാരവും മാറ്റണം. കർമ്മഠൻ എന്ന് പറഞ്ഞാൽ തെറ്റോ ശരിയോ നോക്കണില്ല, അതങ്ങനെ അനുഷ്ഠിച്ചു വരണു. തൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് ലോകത്തിന് ഉപദ്രവമുണ്ടോ നോക്കാതെ ചെയ്യുക. അങ്ങനെ ഇടക്കാലത്ത് പ്രാണിഹിംസയൊക്കെ ഉണ്ടായിരുന്നു. വേദത്തിൻ്റെ പേരും പറഞ്ഞ് യാഗം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? ജന്തുക്കളെ ഹോമിക്കും. പശുവിനെ ഹിംസിക്കണമെന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും പറയും. പശുഹിംസ വേണമെന്ന് പറയുന്നത് ഉള്ളിലുള്ള പശുവിനെ ഹോമിക്കാനാ. ഉള്ളിലുള്ള ഈ മൃഗീയ വാസനയെ ഹോമിക്കണം എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് പ്രയാസമായതുകൊണ്ട് അടുത്തുള്ള മിണ്ടാപ്രാണിയെ കൊല്ലാൻ എളുപ്പണ്ടേ. മാ ഹിംസീ പുരുഷം ജഗത്. വേദം എടുത്തു പറഞ്ഞൊരു മന്ത്രത. ഒന്നിനി ലോകത്ത് ദ്രോഹിക്കരുതേ, ഒന്നിനും എന്ത് ചെയ്യരുത്, ഒരു ജന്തുവിനെ ദ്രോഹിക്കരുത് എന്ന് പറയുന്ന വേദത്തിൽ ജന്തുക്കളെ കൊല്ലാൻ പറയും. അതെന്ത് പറ്റി ചോദിച്ചാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം അനുഷ്ഠാതൃണാം കാമോദ്ഭവാത്. അനുഷ്ഠിക്കുന്നവർക്കുള്ളിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഈശ്വരൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെയാണ് ഇതൊക്കെ വന്നു കൂടിയത്. യാഗത്തിൽ അങ്ങനെ പശുഹിംസ വന്നിട്ടുണ്ട്. പുരാണങ്ങളിലൊക്കെ കാണാം അങ്ങനെയാണ്. ഒക്കെ ഉണ്ട്. ഇതപ്പോൾ അങ്ങനെയല്ലേ ഈശ്വരന്മാരും ചെയ്തിട്ടില്ലേ ചോദിച്ചാൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതത്ര ശരിയാണുള്ള അഭിപ്രായം ഭാഗവതത്തിനില്ല. ആർക്കില്ല?
എൻ്റെ കാര്യമല്ലേ, എനിക്ക് പൊന്തിയതാലും വിരോധമില്ല. പക്ഷെ ഭാഗവതത്തിനല്ല. എന്താ തെളിവ്? അതിനല്ലേ ഇപ്പോൾ ഈ കഥ. അല്ലെങ്കിൽ ഈ കഥയുടെ ആവശ്യം ഇവിടെ ഉണ്ടോ? ഈ കഥയുടെ ആവശ്യം ഇവിടെ ഇല്ല. അതാണ് ഇവിടെ ഇദ്ദേഹം ജന്തുക്കളെ കൊന്നുകൊണ്ടാണ് യാഗം ചെയ്യുന്നത്. എന്തിനു ചെയ്യണമെന്നുള്ള ആലോചിക്കുന്നില്ല. അങ്ങനെ ചെയ്തു പോകുന്നു. കേമായിട്ടുള്ള പ്രവൃത്തിയാണ്. അത് കഴിഞ്ഞാൽ തനിക്ക് സ്വർഗം കിട്ടുന്നതാണ് വിചാരം. എപ്പം? മരിച്ചിട്ടേ. ഇരിക്കുമ്പം സമാധാനമായിട്ടിരിക്കണ്ടേ. പണ്ട് ചിന്മയാനന്ദ സ്വാമിയുടെ ഒരാൾ ചോദിച്ചു, മരണാനന്തര ജീവിതത്തെപ്പറ്റി അങ്ങേക്ക് എന്താ അഭിപ്രായം ചോദിച്ചു. അദ്ദേഹം പറയും, ഇരിക്കുമ്പോഴുള്ള കാര്യം ആലോചിക്കടോ. ഇപ്പോഴുള്ള ജീവിതത്തെപ്പറ്റി മരിച്ചിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ സമാധാനമായിട്ടിരിക്കുക. മറ്റതൊക്കെ അപ്പം എത്തുമ്പോൾ ആലോചിക്കാം. ഇവിടെ ഇരിക്കുമ്പോൾ മരിച്ചിട്ടുള്ളതിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുക. ആദ്യം ഉള്ളത് എന്ത് ചെയ്യുക? സമാധാനമായിട്ട് നോക്കുക. അതല്ലേ വേണ്ടത്. ഇത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്ത് ചെയ്യണം? ഇപ്പം ജന്തുക്കളെയൊക്കെ അങ്ങനെ ഹോമിക്കല്ലേ. കർമ്മഠത്വം എന്ന് പറഞ്ഞാൽ കാര്യം ചിന്തിക്കാണ്ട് അങ്ങനെ കർമ്മം ചെയ്യുക. അതിൻ്റെ ആശയമൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും അങ്ങനെ പറ്റാറുണ്ട്. നമുക്കെന്നെ ചില ദിക്കിലൊക്കെ പോയാൽ കഷ്ടം തോന്നാറുമുണ്ട്. സപ്താഹത്തിലൊക്കെ പോയാൽ നല്ല വിഷമം തോന്നാറുണ്ട്. എന്താണ്? ഇവിടുത്തെ കാര്യമല്ലേ, ഇവിടെ നല്ല സന്തോഷമുണ്ട്. കാരണം ഉച്ചയ്ക്ക് ശേഷം ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്, കേൾക്കണം എന്നുള്ള മോഹമുള്ളവരാ കൂടുതലും. ചില ദിക്കിൽ അങ്ങനെ ആവില്ല. മോഹമുള്ള 1-2 പേരെ ഉണ്ടാവുള്ളൂ. അവരെ ഉത്സാഹിച്ച് കുളിക്കും. എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള അധികം പേർക്ക് ഇത് വേണമെന്നും ഉണ്ടാവില്ല. അവർ തിരുമേനി നൃത്തം വയ്ക്കുകയോ തിരുമേനി നാടകം കളിക്കുകയോ എന്നാൽ പിന്നെ കലാമണ്ഡലത്തിലുള്ള ആളെ ഏൽപ്പിച്ചാൽ മതിയിരുന്നു. അല്ലെ ആദ്യം പറയണ്ടേ? നമുക്കതൊന്നും ഇഷ്ടമില്ല എന്നാൽ ആദ്യം പറയുമെങ്കിൽ നമ്മൾ പറയുന്നു, ഇല്ലേട്ടോ പറ്റില്ല പറയാം. ഇതിപ്പം അങ്ങനെയുള്ള പല പ്രശ്നമുണ്ടെന്ന് അർത്ഥം. അത് കർമ്മഠത്വം എന്ന് അതിന് പറയാം. അവർക്കത് അങ്ങനെ അതാണ് ശരിയും ധരിച്ചും പോവും. അങ്ങനെയുണ്ട്. അതങ്ങനെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതാണ് ശരിയെന്നാവും. എന്തിനു ചെയ്യണോ, എന്താണ് അതിൻ്റെ ആശയം എന്ന് മനസ്സിലാവില്ല. ജ്ഞാനയജ്ഞം കരിഷ്യാമി. മാഹാത്മ്യം ഇങ്ങനെ തുടങ്ങുന്നത് തന്നെ ജ്ഞാനയജ്ഞമാണ്. അതാണ് ഭാഗവതം. സപ്താഹം എന്നൊക്കെ പറഞ്ഞാൽ ജ്ഞാനയജ്ഞം. ജ്ഞാനമാണ് മുഖ്യം. അതിലേക്ക് ആകർഷിക്കാൻ ചെറിയ ചില മാജിക്കൊക്കെ കാണിക്കാം. അങ്ങനെയാണ് ഏതോ ഒരു ആചാര്യം തുടങ്ങിയതാണ് അങ്ങനെ രുക്മിണി സ്വയംവര ഘോഷയാത്ര. പിന്നെ ഇപ്പോൾ എല്ലാ ദിവസവും ഘോഷയാത്ര. വരാഹത്തിനെന്ത് ഘോഷയാത്ര, ഭദ്രകാളിക്ക് ഘോഷയാത്ര, രാവിലെ വൈകുന്നേരം ഘോഷയാത്ര. അങ്ങനെയല്ലേ. അത് അദ്ദേഹം അങ്ങനെ 2 ആൾ വരട്ടച്ച് ചെയ്തു. പിന്നെ ഇപ്പോൾ ഇത് കുടുങ്ങിയില്ലേ. സ്വയംവരത്തിനൊന്നും രാവിലെ തന്നെ ആരും കാണില്ല. കാരണം തിരുവാതിരക്കളി പ്രാക്ടീസ്, ഒരുക്കം, സാരി വാങ്ങാൻ, കല്യാൺ സിൽക്സ് പോവുക. എന്ത് ഇതിരുന്ന് കേൾക്കണം എന്നുള്ള ഉദ്ദേശം ചെയ്ത. പക്ഷെ അതാണ് കർമ്മഠത്വം. മനസ്സിലായോ? എന്തിനാണെന്നുള്ള കാര്യം മറന്നുപോയി. മറ്റുള്ള പൊടിപ്പും തൊങ്ങലും കണ്ട് അതിൽ ഭ്രമിച്ച് ആ വഴിക്ക് അങ്ങോട്ട് പോയി അത് ശരിയെന്ന് വിചാരിക്കുകയാണ്. അതൊക്കെ തെറ്റെന്നല്ല. അതൊക്കെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്നൊരു ശ്രമം നടത്തിയതാ. പക്ഷെ അത് കൂടി 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 പിന്നെ എന്ത് പറ്റി ചോദിച്ചാൽ പിന്നെ പറയലും വായിക്കലൊന്നും ഇല്ലേണ്ടി. എപ്പോഴാണ് മനുഷ്യന് പുരോഗതി ഉണ്ടാവുക? ഈ കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി മാറ്റം വേണ്ടേ? അതിനല്ലേ ഇപ്പോൾ നടത്തുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഓരോന്ന്. അല്ലെങ്കിൽ ലേശമേ ഉള്ളൂ പറയണത്. ഇനി അതും കൂടി ഇല്ലാണ്ട് ആയാൽ എന്തായിരിക്കും ലോകത്തിൻ്റെ കഥ? അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നർത്ഥം. ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിനാണ് കർമ്മഠത്വം. പണ്ട് മുത്തശ്ശൻ അവിടുത്തെ ഒരാൾ ശ്രാദ്ധ കൂട്ടുന്ന സമയത്തെ ഈ പൂച്ച വന്നിട്ട് ഇങ്ങനെ തേനും നെയ്യൊക്കെ വയ്ക്കുമ്പോൾ വന്ന് നക്കുകയാണ്. അവസാനം അദ്ദേഹം ചെയ്തു, അദ്ദേഹം അടുത്തൊരു വീട്ടിൽ പോയിട്ട് നമ്പീശൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു കൊട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതങ്ങനെ ആ പാത്രം കൊണ്ട് അങ്ങനെ അടച്ചു വെച്ചു. സമാധാനം ഉണ്ടല്ലോ. ഇപ്പം അങ്ങനെ ശ്രാദ്ധ കൂട്ടി. പിന്നെ അടുത്ത ശ്രാദ്ധാകുമ്പോഴും ഇതിങ്ങനെ പൂച്ച അവിടെ ഉണ്ടേ. അദ്ദേഹം പിന്നെ ആ സ്വന്തമായിട്ടൊരു പാത്രം വാങ്ങി അടച്ചു വയ്ക്കാൻ. അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഈ അച്ഛൻ മരിച്ചു. പിന്നെ മകൻ ശ്രാദ്ധ കൂട്ടേണ്ട സമയമായപ്പം അവിടെ പൂച്ച ഇല്ല. പക്ഷെ ശ്രാദ്ധം വെടുപ്പായിട്ട് വേണമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? പാത്രമുണ്ട്. അപ്പോൾ പൂച്ചയെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആ തെക്ക് ഭാഗത്ത് അടച്ചു വയ്ക്കുക ആദ്യം. കാരണം ശ്രാദ്ധം മോശമാവാൻ പാടില്ല. ആ അച്ഛൻ ഇത് പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയി. ഇത് പൂച്ച എങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. അതാ വരുന്നത് കൊണ്ട് ഉപദ്രവിക്കാണ്ടിരിക്കാൻ അടച്ച് വെച്ചത്. അതറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ചില അവിടെ നിന്ന് തിരിയും. എല്ലാവരും അവിടുത്തെ തിരിയും. അവിടെ നിന്ന് മുപ്പത്തി വീണ് അയാൾ വീണ് പോയതാ. അവിടുത്തെ എല്ലാവരും കൊണ്ട് വീണു. അയാൾ വീണ് പോയതാ. അങ്ങനെ വേണമായിരിക്കും എന്നൊക്കെ കരുതി അങ്ങനെ അതാണ് ശരി കരുതി എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. മുന്നിലാരാ പോയത്, അയാളെന്താ ചോദിച്ചാൽ അത് ചെയ്യുക. പണ്ടൊരു സ്വാമിയാർ ഇതേപോലെ എല്ലാം വിട്ട് ആകെയുള്ളതൊരു പാത്രം. ആ പാത്രമായിട്ട് കാശിക്ക് പോയതാ. അവിടുത്തെ അദ്ദേഹം കുളിക്കാൻ പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ പാത്രം ആരെയും കൊണ്ടുപോയാലോ. അദ്ദേഹം ഒരു മണലിങ്ങനെ കുഴിച്ചിട്ട് അതിൽ വെച്ചിട്ട് പാത്രം മൂടി. അതിൻ്റെ മുകളിലുള്ള ഒരു സൂചന കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ അത് എവിടെയാണ് കുഴിച്ചിട്ട് മനസ്സിലാവണ്ടേ? മണലല്ലേ മൊത്തം. അതുകൊണ്ട് അദ്ദേഹം ഒരു ശിവലിംഗം ഉണ്ടാക്കി. അവിടെയാണ് വെച്ചതെന്ന് അറിയാൻ. ശിവലിംഗം ഉണ്ടാക്കി കഴിയാറാകുമ്പോഴേക്കും കേരളത്തിൽ നിന്നൊരു ബസ് അങ്ങോട്ട് പോയി. അവിടെ എത്തി. ഇവിടുന്ന് പുണ്യം കിട്ടണം വെച്ചാൽ ശിവലിംഗം ഉണ്ടാക്കിയിട്ട് കുളിച്ചാൽ കൂടുതൽ പുണ്യമാണെന്ന് പറഞ്ഞു ആ ഗൈഡ്. അതിൽ ബസ്സിലുള്ള 80 പേരും ഇനി പുണ്യം കുറയണ്ട എന്ന് കരുതി ശിവലിംഗം ഉണ്ടാക്കിയിട്ട് കുളിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും തമിഴ്നാട്ടിൽ നിന്ന് 8 ബസ്. പിന്നെ പറയണ്ടല്ലോ, ഒന്നുകൂടി ഉത്സാഹം കൂടും. പാവം സ്വാമിയാർ കുളി കഴിഞ്ഞ് വരുമ്പം ആയിരക്കണക്കിന് ശിവലിംഗങ്ങൾ. അപ്പോഴേക്ക് വാദ്യാരൊക്കെ എത്തി. വടക്കോട്ടാണ് വാല് വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് പുരോഹിതന്മാരൊക്കെ ഇരിക്കുന്നു. ഇത് വലിയൊരു കാര്യമായിട്ട് മാറി.
അദ്ദേഹം തലയിൽ കൈ വെച്ച് പറയും, ഈ പൊട്ടന്മാരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ, എൻ്റെ പാത്രമല്ലേ പോയത്, ആളുള്ളതൊരു പാത്രമാണ്, എന്തു ചെയ്യും? ഇതാണ് ലോകത്തിൻ്റെ കഥ. ഗതാനുഗതികഃ ലോകഃ. ഗതാനുഗതികന്മാരാ. മുന്നിലുള്ള ആൾ എന്ത് ചെയ്തോ ചെയ്യുക. അവർ ഹരഹരോ പറഞ്ഞാൽ നമ്മൾ ഹരഹരോ ഹരഹര, അത്രയേ ഉള്ളൂ. എന്ത് എങ്ങനെയൊന്നും ചിന്തിക്കാതെ അങ്ങനെ ചെയ്തു പോവുക. ഇതിനെയാണ് കർമ്മഠത്വം എന്ന് പറയുക. അതല്ലെങ്കിൽ എന്തെന്നുള്ളത് അന്വേഷിച്ച് കാര്യം മനസ്സിലാക്കിയിട്ട് അത് ശരിയാണെങ്കിൽ തുടരുക, അല്ലെങ്കിൽ നിർത്തുക. അതാണ് തൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് ലോകത്തിന് ഉപദ്രവമുണ്ടെങ്കിൽ നിർത്താൻ തയ്യാറാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ വായിക്കണതും പറയണതും പ്രയാസം ഉണ്ടെങ്കിൽ നിർത്തി. അതെന്താ, അത്രയേ ഉള്ളൂ. വേറൊരാൾക്ക് ഉപദ്രവിച്ചും കൊണ്ടൊന്നും വേണ്ട. മറ്റത് അറിയാണ്ട് ചെയ്യണേ. അങ്ങനെയുള്ളൊരു കർമ്മമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. യാഗമാണ്. യാഗത്തിൽ ഇദ്ദേഹം ദർഭ വിരിച്ച് ഇയാൾ വിരിച്ച് ദർഭ കൊണ്ട് ഭൂമിക്ക് പന്തലിട്ടു എന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന് പേര് വന്നത്. ഇരട്ടപ്പേര. അയാളെ കാണുമ്പോൾ പറയും, ആ കിഴക്കോട്ട് ദർഭ വിരിക്കുന്നവൻ എന്താ വരുന്ന, കിഴക്കോട്ട് ദർഭ വിരിക്കുന്നവൻ എന്നാണ് ഈ പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞ അർത്ഥം. അദ്ദേഹം അതൊരു അഭിമാനമായിട്ട് കണ്ടു. എൻ്റെ അത്ര യാഗം ചെയ്തവരൊന്നും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ കഴിഞ്ഞു. താൻ നല്ല സൽക്കർമ്മം ചെയ്യുന്നുള്ള വിചാരമാണ്. 10 മക്കളുണ്ട്. ആ മക്കളുടെ പേരാണ് പ്രചേതസ്സുകൾ. അവർക്ക് നല്ല ചേതസ്സാട്ടോ, അച്ഛനെ പോലെയല്ല, നല്ല ജ്വലിച്ച ബുദ്ധിയാണ്. അവർക്ക് പിന്നെ ഈ ഒരു സ്വഭാവം കിട്ടിയില്ല. അവർ നേരെ ഗുരുവായൂർക്ക് പോയി അവിടെ പ്രാർത്ഥിക്കാനായിട്ട് പുറപ്പെട്ടങ്ങോട്ട് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് മമ്മിയൂരപ്പം കണ്ടു, വിളിച്ചു. ഇവിടെ അടുത്തൊരു സമാധാനമായിട്ട് ധ്യാനിക്കാൻ പറ്റിയ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ ആ സരസിൽ മുങ്ങി ഭഗവാനെ ഭജിക്കുകയാണ്. ശിവൻ ഉപദേശിച്ച ഗുരുവായൂരപ്പനെ പറ്റിയുള്ള സ്തുതിയാണ്. അതാണ് രുദ്രഗീതം. കേൾക്കുമ്പോൾ രുദ്രനെ പറ്റി സ്തുതിച്ചതാണെന്ന് വിചാരിക്കും. അല്ല, രുദ്രൻ ഉപദേശിച്ചത് കൊണ്ടാണ് രുദ്രഗീതം എന്ന പേര്. അതിൽ പറയുന്നത് ആരെ പറ്റിയാണ്? വിഷ്ണു ഭഗവാനെ പറ്റിയാണ്. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ, ഇങ്ങനെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം ശിവൻ സ്തുതിക്കുകയാണ് ആരെ? വിഷ്ണുവിനെ. നമ്മുടെ വിചാരം എന്താ വെച്ചാൽ ശിവനും വിഷ്ണുവൊക്കെ കണ്ടൂടാ. നമ്മൾ ഈ ഗുരുവായൂരെ തൊഴുതിട്ടെ മമ്മിയൂരപ്പനെ തൊഴുതില്ലെങ്കിലേ മമ്മിയൂരപ്പന് ദേഷ്യം വരും. ഒന്നുമില്ല, അതൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ നമ്മുടെ ഈ ഏഷണി ഈശ്വരന്മാരിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ റീച്ച് കൂടും. അത് ശരിയാ. എന്താണ്, ഞാൻ അങ്ങനെ പ്രസംഗിക്കാൻ അത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം, ഗുരുവായൂരെ തൊഴുതിട്ട് മമ്മിയൂരപ്പനെ തൊഴുതില്ലെങ്കിൽ ജീവിതത്തിൽ അനർത്ഥമുണ്ടാവും എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ കാണാണ്ടാവും? എന്തിനു വെറുതെ ഇങ്ങനെ ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കിക്കൊണ്ട് ഈശ്വരന്മാർ, നമ്മളുടെ അടുത്ത സ്വഭാവം ഈശ്വരന്മാർക്കത് വിചാരിച്ചു. കാരുണ്യമൂർത്തികളല്ല, ഇതൊക്കെ വേറെ എല്ലാം ഒന്നല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനവൻ എന്താ സ്വാദ് വെച്ചത് കഴിച്ചോളൂ, ഇത്രയേ ഉള്ളൂ. സദ്യക്ക് പലതും ഉണ്ടാവും, ഓലുണ്ടാവും, എലിശ്ശേരി ഉണ്ടാവും, ഒക്കെ വിശപ്പ് മാറില്ല ഉദ്ദേശം. ഓലിനാണ് ഇഷ്ടം ചത് കഴിക്കുക. അതിന് എരിവില്ല പൊടിയില്ല ഒന്നുമില്ല. അത് ഇഷ്ടപ്പെടും ചത് കഴിക്കുക. ഒന്നും ഇഷ്ടമല്ല. എനിക്ക് പായസം ഇഷ്ടം. കാത്തിരുന്നാൽ മതി, അവസാനം പായസം വരും. സദ്യ പോലെ നമുക്ക് എത്രയാ വിഭവങ്ങൾ, എത്രയാ ദേവന്മാർ. ഇഷ്ടപ്പെട്ട ഒരാളെ സ്വീകരിച്ചു കൊടുത്താൽ എനിക്ക് പറ്റിയൊരാൾ വാശി പിടിക്കണ്ട. എല്ലാവരും കൃഷ്ണനെ ഉപാസിക്കണം, എല്ലാവരും ഭാഗവതം വായിക്കണം, വേണ്ട. അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഏതാ പുരാണച്ചെടുത്തോളൂ, ഏതാ ദേവച്ച ആരാധിച്ചോളൂ. ആർക്കപ്പം അതിൽ പ്രശ്നം? അത്രയേ വേണ്ടൂ. ഇതല്ല, നിർബന്ധിക്കുന്നത് ശരിയല്ല. ഈ മാർഗമേ ശരിയുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റു മതം പോലെ തന്നെ അതിലിപ്പതും അല്ലേ? അതിലർത്ഥമില്ല. ആവാം, എന്താ വെച്ചാൽ ആവാം. മറ്റുള്ളവർക്ക് ഉപദ്രവാണ്ട നോക്കണം. ഇദ്ദേഹം ഇങ്ങനെ ആ മക്കളൊക്കെ ഭഗവാനെ തപസ് ചെയ്യാൻ പുറപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് അച്ഛനുണ്ടായി സത്സംഗം, തരായി. പരീക്ഷത്തിനെ കാണാനായിട്ട് നാരദ മഹർഷി പോയിട്ട് ചോദിച്ചു, എന്താ ഇപ്പം കഥ അങ്ങേക്ക്, ഹൗ ആർ യു? അദ്ദേഹം പറഞ്ഞു, ഐ ആം ഫൈൻ. നമ്മളെപ്പോലെ തന്നെ. എങ്ങോട്ടാ പോണു? ആശുപത്രിക്കാൻ. ഇപ്പം നേരത്തെ ഫൈൻ എന്ന് പറഞ്ഞതോ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. അത് റെഡിമെയ്ഡ് ഉത്തരല്ലേ, അങ്ങനെയല്ലേ പറയേണ്ടത് അല്ലേ? സുഖമല്ലേ ചോദിക്കുക, ഒരു സമ്പ്രദായമാണ്. അപ്പോൾ സുഖമാണെന്ന് പറയുകയും ചെയ്യും. രണ്ടാമത്തെ ചോദ്യത്തിൽ പെട്ടു. വയ്യ, അമ്മയ്ക്ക് വയ്യ, കാല് പൊട്ടി കിടക്കുകയാണ്, അങ്ങോട്ട് കഞ്ഞിയും കൊണ്ട് പോകുക. അപ്പോൾ മകൻ്റെ കാര്യം ഒന്നും പറയേണ്ട, തോറ്റിരിക്കുന്നുണ്ട് അവിടെ. മകളുടെ കാര്യം അത് പോയി, ഒന്നും പറഞ്ഞില്ല. പേപ്പറിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് പോയി എന്നുള്ള കാര്യം. ഇങ്ങനെയൊക്കെയാണ് കഥകൾ. പക്ഷെ പറയുമ്പം ഫൈൻ എന്നാ പറയുക. ഇദ്ദേഹത്തോട് ചോദിച്ചു, സുഖമായിട്ടിരിക്കണം? സുഖമാണ്. ഇവിടെ പ്രദേശം പ്രശ്നമൊക്കെ ഉണ്ടാവും, എന്നാലും സ്വർഗത്തിലെത്തും ഞാൻ. അത്രയ്ക്ക് യാഗം ചെയ്തിട്ടുണ്ട്. എന്നാൽ താൻ ചെയ്യണത് ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അതിന് വേണ്ടിയിട്ട് നാരദ മഹർഷി പറഞ്ഞു, ഈ സുഖമാണോ എന്ന് അങ്ങ് നോക്കൂ എന്ന് പറഞ്ഞ് നാരദ മഹർഷി അദ്ദേഹത്തെ അങ്ങോട്ട് തൊട്ടു. ഒരു കണ്ണട കൊടുത്തു എന്ന് കൂട്ടിക്കോളൂ. ഇതുവരെയും കാണാൻ പറ്റാത്ത പല കാഴ്ചകളും കാണാൻ പാകത്തിനുള്ള കണ്ണട. എന്നിട്ട് പറഞ്ഞു, ഇനി തെക്ക് ഭാഗത്തേക്കൊന്ന് നോക്കൂ. അപ്പോൾ തെക്ക് ഭാഗത്തേക്ക് അങ്ങോട്ട് നോക്കിയ സമയത്ത് താൻ കൊന്ന ജന്തുക്കൾ മുഴുവൻ അവിടെ ലോഹത്തിൻ്റെ കൊമ്പും കുളമ്പും വെച്ച് കാത്തിരിക്കുകയാണ്. ആരെ? ഇവിടെ അങ്ങോട്ട് എത്തിയപ്പോൾ ഞങ്ങളായിക്കോളാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അങ്ങോട്ട് കണ്ടപ്പോഴേക്കും ബോധം ഉദിച്ചു. ഇതാണ് എന്ത്, താനിപ്പോൾ ഇത്രയും കാലമായിട്ട് ചെയ്ത കർമ്മം മോശമായിരുന്നു, അറിയില്ലായിരുന്നു.
അറിയാണ്ട ചെയ്തതല്ലേ, ഇപ്പം അറിഞ്ഞു. എന്താ വഴി, നേരെയാവണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കിനി സൽഗതി ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ് കാൽക്കലം കണ്ട് വീണു. തൻ്റെ കാൽക്കൽ വീണാൽ പിന്നെ ഗുരുനാഥൻ്റെ കടമയല്ലേ ശിഷ്യനെ നേരെയാക്കൽ. പറഞ്ഞു, ജ്ഞാനോദയത്തിൽ തന്നെ ശാന്തി ഉണ്ടാവുള്ളൂ. ജ്ഞാനം ഉദിക്കണമെങ്കിൽ കർമ്മഠനായ തന്നോട് ഞാൻ എങ്ങനെയാണ് മഹാവാക്യങ്ങൾ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവുക? അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക? പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഉറങ്ങി വീഴുന്നല്ലാതെ കർമ്മഠന്മാർക്ക് അങ്ങനെയുള്ളത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്കൊന്നും ബുദ്ധിമുട്ടാണ്. തത്വം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് പരാതി പറയും. പക്ഷേ അതിനുള്ള വഴി എന്താ വെച്ചാൽ വീണ്ടും വീണ്ടും കേൾക്കൽ തന്നെയാണ്, വേറെ വഴിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നല്ല ഭാഗവതം പറയേണ്ടത്. ആ ജന്മാദ്യസ കേട്ടില്ലേ, അതുപോലെ പറയേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ നമുക്കത് കേൾക്കുമ്പോൾ അങ്ങനെ വലിയ ഇതുണ്ടാവില്ല. പക്ഷെ അത് മാറണം വെച്ചാൽ വീണ്ടും വീണ്ടും കേൾക്കണം. അതല്ലാണ്ട് ജനങ്ങൾക്ക് ഇഷ്ടം അതാന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വിഷയം പറയാണ്ടിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉണ്ടാവും. നമ്മൾ കണക്ക് പഠിപ്പിക്കാൻ സ്കൂളിൽ പോയി, ക്ലാസ്സിൽ കുട്ടികളൊക്കെ ഉറങ്ങുക. അപ്പം കണക്ക് മാഷ് പറയാം, എന്നാൽ ഞാൻ മലയാള സെക്കൻഡ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് ചില ആചാര്യന്മാരൊക്കെ അങ്ങനെയാണ്. അവർ പറയും, ജനങ്ങളൊക്കെ ഉറങ്ങുന്നുണ്ടാവും, എന്നാലും അവർ നിർത്തില്ല. ഉറങ്ങുന്നത് കാണാനായിട്ടാണ് വിചാരിക്കും നമ്മൾ. അല്ല, കാണുന്നുണ്ട്, എന്നാലും ഉറങ്ങിയിട്ടാണെങ്കിൽ കുറേശ്ശെ കേട്ടാൽ നാളെ ഉറങ്ങാണ്ട് കേൾക്കാം, അത്രയേ ഉള്ളൂ. അതല്ലാതെ അവരെന്ത് ചെയ്യില്ല, നിങ്ങൾ ഉറങ്ങണമെന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2 സിനിമാ പാട്ട് പാടാൻ നിൽക്കില്ല. അതൊന്നും വേണ്ട. നിങ്ങൾ ഉണർന്നിരിക്കാൻ ഞാൻ 2 സിനിമാ പാട്ട്, അതൊന്നും വേണ്ട. വേറെ വഴിയില്ല എന്നർത്ഥം. ഇതൊക്കെ കേൾക്കലാണ് പ്രധാനം. അതിന് വേണ്ടി ലേശം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണ്. അതുകൊണ്ട് തനിക്ക് ഈ മഹാവാക്യം മനസ്സിലാവണമെന്നില്ലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ കഥ പറയാം. കഥയാകുമ്പോൾ താൻ ശ്രദ്ധിക്കും. ലൗകിക ഭാഷയിൽ തത്വം പറയണം, നമുക്ക് മനസ്സിലാവണ മട്ടിൽ. പണ്ട് അങ്ങേപ്പോലൊരു രാജാവ് ഉണ്ടായിരുന്നു, പേര് പുരഞ്ജനൻ. അങ്ങയുടെ ഹോബി യാഗം ചെയ്യൽ, ഇയാളുടെ ഹോബി വീട് വയ്ക്കൽ. ഓരോരുത്തർക്കും ഓരോ പ്രാന്ത്, എന്തെങ്കിലും പ്രാന്ത് എല്ലാവർക്കും ഉണ്ടാവും. ചിലർക്ക് വണ്ടിക്കമ്പം, വണ്ടി ഇങ്ങനെ മാറ്റുക, ഓരോ കൊല്ലം കഴിയുമ്പോൾ മാറ്റും. ചിലർക്ക് വീട് ഇങ്ങനെ മാറുക, ഫ്ലാറ്റ് മാറുക, അങ്ങനെ അങ്ങോട്ട് മാറുക. ചിലർക്ക് വസ്ത്രം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ഭ്രമല്ലേ. ഇയാൾക്ക് വീടാണ്. അങ്ങനെ കൂടെ ഒരു കൂട്ടുകാരൻ കിട്ടും, പേരാർക്കും അറിയില്ല. ആ കൂട്ടുകാരൻ്റെ കൂടെ നടക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും, വലിയ സമാധാനമൊക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പം 2 തൂണുള്ള കൊട്ടാരത്തിലൂടെ മോഹം. അങ്ങനെ നോക്കി നടക്കുമ്പോൾ കണ്ടു 2 തൂണുള്ളൊരു കൊട്ടാരം, 9 കവാടങ്ങൾ. എന്താ കേമം! അതൊന്ന് സ്വന്തമാക്കണം എന്നൊരു മോഹം തോന്നി. അങ്ങനെ കൊത്തളങ്ങൾ, ക്രീഡാശാല, പാഠശാല, ഉദ്യാനം, മനോഹരമായൊരു കൊട്ടാരം കണ്ടു. തൻ്റെ കൂട്ടുകാരൻ്റെ കൈവിട്ട് അദ്ദേഹം അങ്ങോട്ട് ഓടി. അന്ന് മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി. കൂട്ടുകാരൻ്റെ കൂടെ കഴിയുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് വിട്ട് ഈ 9 കവാടങ്ങളുള്ള കൊട്ടാരം കണ്ടതിൽ ഭ്രമിച്ചു. അതിനോട് താല്പര്യം തോന്നി. ആ കൊട്ടാരം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു കുമാരി, ഒരു സുന്ദരിയെ കണ്ടു. അവളങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. എന്തൊരു സൗന്ദര്യ! അവളുടെ കൂടെ അടുത്ത് കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട്. കയ്യിലൊരു പാമ്പ്. സ്വതവേ പെൺകുട്ടികളുടെ കയ്യിൽ പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ടാവും, പാമ്പൊന്നും അങ്ങനെ കാണാറില്ല. ഇത് പാമ്പും, അതിന് 5 തലകളും. ഇത് കണ്ടപ്പം ഈ രാജാവിനൊരു പേടി, പുരഞ്ജനന് കുറച്ച് പേടി തോന്നി. അടുത്ത് വന്നു. പുരഞ്ജനൻ ചോദിച്ചു, നീ ആരാ? നിൻ്റെ അച്ഛനാരാ, അമ്മയാരാ, നിൻ്റെ പേരെന്താ, ഈ കൊട്ടാരം ആരുടെയാ? പ്രധാന ചോദ്യം അവസാനത്തെയാ. എന്ത് അത്രയും അറിയണ്ടോ? കൊട്ടാരം നിൻ്റെ പേരിലാണോ? അങ്ങനെ ചെവളെ കല്യാണം കഴിക്കാച്ചാൽ കൊട്ടാരം തനിക്ക് കിട്ടുമല്ലോ, അതാണ് ഉദ്ദേശം. പക്ഷെ എന്നാലും ചോദിച്ചു, പേരെന്താന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ പേര് ചോദിക്കേണ്ട, അറിയില്ല. അങ്ങനെ ഉണ്ടാവും. പേരൊന്നും അറിയില്ല, എവിടുന്ന് വന്നൊന്നും നിശ്ചയില്ല, അച്ഛനും അമ്മയും അറിയില്ല. അങ്ങ് അവസാനം ചോദിച്ചില്ലേ, കൊട്ടാരം എൻ്റെയാ, എൻ്റെ ഉടമസ്ഥ ഞാൻ തന്നെയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കുമോ? എനിക്കെന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കല്യാണം കഴിക്കാം. ലഗേജ് ഒന്നുമില്ലല്ലോ. ലഗേജ് പറഞ്ഞു, അച്ഛനമ്മയൊന്നും ഇല്ല, ആരെ നോക്കേണ്ടി വരും, അവരും കൂടി ഇങ്ങോട്ട് വരുമെന്നാണ്. ഇല്ല പറഞ്ഞപ്പോൾ ആശ്വാസമായി. മഴപ്പാറ്റ പോലെ പൊടിഞ്ഞു വന്നാൽ വലിയ സന്തോഷമാണ് കുട്ടികൾക്ക്, നോക്കൊന്നും വേണ്ടല്ലോ എന്നാണ്. ഏതായാലും അങ്ങനെ അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. അദ്ദേഹം കഴിയുന്നത് എവിടെയാണ്? ഈ കൊട്ടാരത്തിലാണ്. പുരഞ്ജനിയുടെ കീഴിലല്ലേ, അപ്പോൾ ദേശമൊക്കെ അങ്ങനെ അത്ര വലിയൊരു സമാധാനമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കഴിയണു. അവൾ പറഞ്ഞു, കണ്ടീഷൻ ആദ്യം പറഞ്ഞേക്കാം, എന്നോട് പറയാണ്ട് എങ്ങോട്ടും പോകാൻ പാടില്ല, എൻ്റെ കൊട്ടാരമാണുള്ളത് മറക്കണ്ട. ശരി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. ആദ്യത്തെ കുറച്ച് കാലമൊക്കെ അങ്ങനെ പോയി. പുരഞ്ജനി എന്ത് ചെയ്യുമ്പോഴും അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ അങ്ങനെ പുരഞ്ജനി ചിരിക്കുമ്പോൾ ഇയാളും ചിരിക്കും. പുരഞ്ജനി കരയുമ്പോൾ ഇയാൾക്ക് കരയണമെന്നൊന്നുമില്ല, എന്നാലും വിഷമാവണ്ട, അത് കരയും. പുരഞ്ജനി പാടുമ്പോൾ ഇയാളും നാട്ടുകാർക്ക് ഉപദ്രവമുണ്ടോ നോക്കില്ല, ഇയാളും പാടും. അങ്ങനെ എന്ത് പുരഞ്ജനി കാണിക്കണോ അത് അനുകരിക്കുക. കാരണം അവളുടെ കൊട്ടാരത്തിലാണ്, അവൾക്ക് വിഷമാവരുത് കരുതി അങ്ങനെ കഴിയുകയാണ്. ആദ്യത്തെ കുറച്ച് കാലം അങ്ങനെ വലിയ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ പറയാം, കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ഭർത്താവ് പെണ്ണൊക്കെ ഭാര്യ കേൾക്കും, 2ാമത്തെ വർഷം ഭാര്യ പെണ്ണൊക്കെ ഭർത്താവ് കേൾക്കും, പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവും പറഞ്ഞത് നാട്ടുകാർ കേൾക്കും. ആദ്യത്തെ 2 വർഷം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നെ പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങി. അദ്ദേഹം ഭാര്യയോട് പറയാണ്ട് നായാട്ടിന് പോയി.
നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ആരെ കാണില്ല? പത്നിയെ തൻ്റെ ആ കൊട്ടാരത്തിൽ കാണില്ല. അവൾ ക്രോധാകാരത്തിൽ പോയതാണ്. കൈകൈ പോയിരുന്ന സ്ഥലം. ദേഷ്യം വന്നാൽ പോയിരിക്കാനുള്ള സ്ഥലമാണ്. നമ്മൾ ഊണ് കഴിക്കാറായി അപ്പുറത്ത് പോയിരിക്കില്ലേ? ഇതേപോലെ ദേഷ്യം വന്നാലൊരു സ്ഥലം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇങ്ങോട്ട് എനിക്ക് പോയിരുന്ന പിന്നെ ഇവിടെ കുഴപ്പമില്ലല്ലോ. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ സൗകര്യമുണ്ട്. ദേഷ്യം വന്നിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ദേഷ്യം വന്നിരിക്കുകയാണ് കേട്ടോ. ദേഷ്യം വരുമ്പോൾ ആ കസേരയിലിരുന്നാൽ മതി. ആ കസേരയിൽ ഇരിക്കുമ്പം ദേഷ്യത്തിലിരിക്കാൻ മനസ്സിലാക്കാമല്ലോ. അങ്ങനെ ക്രോധാകാരത്തിൽ നിന്ന് കേട്ടതും ദേഹം പോയി. അവളെ അനുനയിപ്പിക്കാൻ എന്തൊക്കെ വേണം നിശ്ചയില്ല. വസ്ത്രം, ആഭരണം, ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ ഇട്ട് അദ്ദേഹം ഓടിച്ചെന്നു. കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അവൾ മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. എന്ത് ചോദിച്ചാലും ഒരു ശബ്ദം ഉണ്ടാക്കും, വേറെ ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ കാര്യം പറയും. 1.5 മണിക്കൂർ എന്നിട്ടും എന്തൊരു വാശി. സ്ത്രീകൾ മിണ്ടാണ്ടിരുന്നാലും കുഴപ്പമാണ്. മിണ്ടാണ്ട് അങ്ങനെ ഇരിക്കുക വെച്ചാൽ കുഴപ്പമില്ല. നാളെ മഹാഭാരതം കേൾക്കണേ. പിന്നെ ഇതങ്ങോട്ട് കഴിയാച്ചാൽ കഴിഞ്ഞല്ലോ എന്ന് കരുതി ഇദ്ദേഹം ഒന്ന് പറഞ്ഞങ്ങോട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഇത് കേൾക്കണ്ട ഇനിയിപ്പം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കുറേ പറഞ്ഞു നോക്കി. അവസാനം അവൾ പറഞ്ഞു, അങ്ങ് എന്നോട് പറയാണ്ടില്ലേ നായാട്ടിന് പോയത്? അതാണോ ഇപ്പം അത്ര വലിയ കാര്യം? അവൾക്കത് വലിയ കാര്യമാണ്, രാജാവിനത് വലിയ കാര്യമൊന്നുമല്ല. പുരഞ്ജനം പറഞ്ഞു, ഇനി മേലാൽ നിന്നോട് പറയണ്ട, ഞാൻ പോവില്ല, സത്യം 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 എന്നൊക്കെ പറഞ്ഞെങ്കിലും പിറ്റേന്നും ഇയാൾ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം പോയി. എന്നിട്ട് നായാട്ടിന് പോയി. അവിടുന്ന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടും. ഇത് ഇവിടെ കാണില്ലേ? വൈകുന്നേരം ഇവിടെ എത്തിയ വീണ്ടും പ്രശ്നം. ഇതിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. അദ്ദേഹം അന്നും സത്യം ചെയ്യില്ല, ഇനി മേലാൽ ചെയ്യില്ല എന്നൊക്കെ പറയും. രാവിലെ ആകുമ്പോൾ മറക്കും, വീണ്ടും പോകും, വീണ്ടും പ്രശ്നം. വൈകുന്നേരം ലഹള. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ വീട് പോലെ തന്നെ ലഹളയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോയി ഒരിക്കലും എന്തേ പറ്റിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ കുറച്ച് പേരുണ്ട്. അങ്ങനെ ചണ്ടവേഗൻ, എന്താ പേര്? ചണ്ടവേഗൻ. അയാൾ ഒറ്റയ്ക്കല്ല, 365 കറുത്ത പട്ടാളക്കാരും 365 വെളുത്ത പട്ടാളക്കാരുമായിട്ട് അദ്ദേഹം യുദ്ധത്തിന് വന്നു. രാജാവ് കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷേ പറ്റണില്ല. ഇഷ്ടിക വീഴുമ്പോൾ അദ്ദേഹം എടുത്തു വയ്ക്കും. പെയിൻറ്റ് പോകുമ്പോൾ അദ്ദേഹം ആ കൊട്ടാരത്തിൻ്റെ പെയിൻറ്റ് വൈറ്റ് വാഷ് അല്ല, ബ്ലാക്ക് വാഷ്. അവിടെ അങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. ഇങ്ങനെയൊക്കെ അദ്ദേഹം കുറേയൊക്കെ ആ കൊട്ടാരത്തെ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അവസാനം എന്തേ പറ്റി? അവസാനം ഈ പ്രായ സമയത്ത് ഇയാൾ ഒരു കല്യാണം കൂടി കഴിച്ചു. ഒന്ന് കഴിച്ച് ഇയാളാകെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് അയാൾ മോഹിച്ച് കഴിച്ചതല്ല, അത് ഇങ്ങോട്ട് വന്നതാ. അത് ഇങ്ങോട്ട് വന്ന് മാലട്ടു. എന്താ പേര്? കാലകന്യ. ആരാണ്? കാലൻ്റെ മകൾ. അത് ഇങ്ങോട്ട് വരും കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ. നമുക്കിഷ്ടമല്ല, നമ്മൾ വേണ്ടാന്നൊക്കെ പറയും, എന്നാലും അത് വിടില്ല. പിന്നാലെ വന്ന് എനിക്ക് വേണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കഴിക്കും. ഇവള് വന്നു, കഴുത്തിൽ മാലിട്ടു. പിന്നെ അദ്ദേഹത്തിനൊന്നും ഓർമ്മയില്ല. എന്താ അപ്പോൾ എത്രയായിരുന്നു? ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ? എത്ര വയസ്സായ? ഒന്നും അറിയില്ല. നടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ. ശത്രുക്കളൊക്കെ വന്നു അദ്ദേഹത്തെ ദ്രോഹിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഒരൊറ്റ കാര്യം ഓർമ്മയുള്ളൂ. അദ്ദേഹത്തിന് നല്ല ബുദ്ധിയുള്ള സമയത്ത് മനസ്സിലാക്കിയത് ഒരാളെ മാത്രമാണ്, പുരഞ്ജനി. ആ സ്ത്രീയെ മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ, മറ്റൊന്നും ഓർമ്മയില്ല. എന്തോർമ്മയുണ്ട്? പുരഞ്ജനി ഓർമ്മയുണ്ട്. അദ്ദേഹം ഇങ്ങനെ വയ്യാണ്ടി ആകുമ്പോൾ എന്താ ജപിക്കണത്? പുരഞ്ജനി പുരഞ്ജനി ശരിക്കും നാരായണ ജപിക്കുക വേണ്ടത്. പക്ഷെ അപ്പോഴും പുരഞ്ജനി 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 ജപിച്ച് അദ്ദേഹം കണ്ട് മരിച്ചു. അടുത്ത ജന്മത്തിൽ സ്ത്രീയായി ജനിച്ചു. കാരണം അദ്ദേഹം അവസാന കാലത്ത് സ്ത്രീയെ വിചാരിച്ചിട്ടല്ലേ മരിച്ചത്. എന്നിട്ടോ സ്ത്രീയായിട്ട് അങ്ങോട്ട് ജനിച്ചു. അപ്പോഴോ അതെന്തോ ഭാഗ്യം, മലയധ്വജൻ്റെ ഭാര്യയായിട്ട് ജനിച്ചത്. മലയധ്വജൻ ആരാ? വലിയ ഭക്തനാണ്, രാജാവാണ്, വലിയ കേമനാണ്, ഭക്തൻ. അയാളുടെ ഭാര്യയായിട്ട് വന്നില്ലേ? അയാളുടെ കല്യാണം കഴിക്കാൻ പറ്റി. അതിൽ കുറച്ച് മക്കളൊക്കെ ഉണ്ടായി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മലയധ്വജൻ വിരക്തി വന്നപ്പോഴേ അദ്ദേഹം ഒക്കെ വിട്ട് കാട്ടിലേക്ക് പോയപ്പോൾ ആരും പോയി. ഞാനും ഉണ്ട് അങ്ങയുടെ കൂടെ പറഞ്ഞു, ഇവളും കൂടെ പോയി. മലയധ്വജൻ്റെ അത്ര വിരക്തി ഇവൾക്ക് വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോയി. അവിടെ വെച്ച് മലയധ്വജൻ യോഗമാർഗത്തിൽ ദേഹം അങ്ങോട്ട് ഉപേക്ഷിച്ചപ്പോൾ ഇവർക്ക് ആകെ സങ്കടമായി. ഭർത്താവ് അങ്ങോട്ട് പോയില്ലേ. ആകെ ദുഃഖിച്ച് അങ്ങനെ കരയണ സമയത്ത് അവിടേക്ക് ആര് വന്നു? ആ ബ്രാഹ്മണം വന്നു. ഒരു ബ്രാഹ്മണം വന്നിട്ട് പറഞ്ഞു, നീ ആരാ? ആ കത്തി എരിയണത് ആരാ? എവിടെ പറഞ്ഞു? ഞാൻ ആരാ ചോദിച്ചാൽ ഞാൻ മലയധ്വജൻ്റെ ഭാര്യയാണ്. നീ സ്ത്രീയാ? ആ ചോദ്യം കേട്ടപ്പോൾ ഉള്ളിൽ തറച്ചു. അല്ലല്ല, പൂർവ്വജന്മ ഓർമ്മ വന്നു. അല്ലല്ല, ഞാൻ സ്ത്രീയല്ല, ഞാൻ പുരുഷനാണ്. ഞാൻ പുരഞ്ജനിയുടെ ഭർത്താവാന്ന് പറഞ്ഞു. നീ പുരുഷനാ? നീ എന്നെ ഓർക്കണുണ്ടോ? എടോ, നമ്മൾ രണ്ടുപേരും കൈ പിടിച്ച് അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഇവിടെ ഇല്ലായിരുന്നു. നീ ആ കൊട്ടാരം കണ്ടപ്പം എന്നോടൊരു വാക്ക് പോലും പറയാതെ താമട നിൽക്കും, ഞാൻ പോയി ചായ കുടിച്ച് വരാം, അല്ലെങ്കിൽ താനും വരും, നമുക്കൊരു ചായ കുടിക്കാം, എന്തേ പറയണ്ടേ? അത്രയും നേരം കൂടുള്ള കൂട്ടുകാരനെ അങ്ങോട്ട് വിട്ട് കൊട്ടാരം കണ്ട് വെച്ച് പോയ അന്ന് മുതലല്ലേ നീ ഇങ്ങനെ ക്ഷീണിക്കാനും? എനിക്ക് നോക്ക്, ഒരു മാറ്റമില്ല. നീ എന്നെ ഓർക്കണ്ടോ? അവിജ്ഞാത സഖം സഖേ. അവിജ്ഞാതൻ എന്ന് പറഞ്ഞാൽ പേരറിയാത്ത. ഈ പേരറിയാത്ത കൂട്ടുകാരനെ നീ ഓർക്കണുണ്ടോ? അതങ്ങോട്ട് കേട്ടപ്പോഴാണ് ആ സംഗതി മനസ്സിലായത്.
അവിടെ നമ്മൾ രണ്ടുപേരും ആ മാനസ സരസിലെ അരയന്നങ്ങളല്ലേ? ഇങ്ങനെ ദുഃഖിക്കേണ്ടവരാണോ? ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും ആ ബ്രാഹ്മണൻ അരയനായിട്ട് മാറി, ഈ മലയതുജൻ്റെ ഭാര്യയും അരയനായിട്ട് മാറി. രണ്ടരയനും കൂടി ഒന്നായി ആ മാനസ സരസിലൂടെ നീന്തിയൊക്കെ പോയി. ഇതാണ് കഥ. ഈ കഥ പറഞ്ഞതിന് ശേഷം ചോദിച്ചു, ബർഹിഷത്തെ, തനിക്ക് ഈ കഥ മനസ്സിലായി ചോദിച്ചു. ബർഹിഷത്തുള്ളത് പറഞ്ഞു കേട്ടോ. കഥ കേൾക്കണതിൻ്റെ മുന്നൊരു കഥ ഉണ്ടായിരുന്നു. കഥ കേട്ടപ്പോഴുള്ള കഥയും കൂടി അങ്ങോട്ട് പോയി എന്നല്ലാതെ ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു. കറുത്ത പട്ടാളം, വെളുത്ത പട്ടാളം, ചണ്ടവേഗൻ, കാലകന്യ. ഇത് എന്താ ഇത്? ആധുനിക കവിത പോലെ എഴുതിയ ആളിനെ വന്ന് പറഞ്ഞു തന്നാലാണ് അതായിരുന്നു. നമ്മൾ വേറെ എന്തൊക്കെയോ അങ്ങനെ കരുതി. ഇതൊന്നും മനസ്സിലാവണില്ല. ശരി, ഒന്നുകൂടി പറയാം. ഞാൻ അങ്ങേക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മളുടെയൊക്കെ കഥ തന്നെ ഈ പറഞ്ഞത്. പുരഞ്ജൻ എന്ന് പറഞ്ഞാൽ ജീവൻ, പുരഞ്ജനിപ്പിക്കുക എന്നുള്ളതാണ് ജീവൻ്റെ പണി. താൻ ചെയ്ത കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ശരീരം പോയി അങ്ങനെ ഇട്ടുക്കും. അങ്ങനെ ചിലപ്പോൾ മനുഷ്യനായിന്ന് വരാം, പുല്ലായിന്ന് വരാം, പുഴുവായിന്ന് വരാം, ഒന്നും പറയാൻ പറ്റില്ല. ഈ ജന്മത്തിൽ നമ്മൾ പുഴു ചെയ്യണ പണിയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ജന്മം പുഴുവായിരിക്കും. കാരണം അത് മതിയല്ലോ, വെറുതെ ഈ മനുഷ്യൻ്റെ കൊടുക്കണമെന്തിനാന്ന് ഭഗവാൻ തന്നെ തോന്നും. ഈ ജന്മം നമ്മൾ പോത്തും പന്നിയൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ അത് പോരെ, എന്തിൻ്റെ ഇപ്പം മനുഷ്യൻ്റെ ജന്മം, അവർക്കതാണ് ഇഷ്ടം, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതും. നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെയാണ് നമുക്ക് ശരീരം കിട്ടുന്നത്. ഇത് നമ്മൾ തിരഞ്ഞെടുത്തതാ. ഇപ്പോൾ ഇഷ്ടമല്ല പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അപേക്ഷിച്ചതാ ഇത് വേണം, ഇപ്പോൾ കിട്ടിയപ്പോൾ വേണ്ടാന്നായി. അതല്ല, നമ്മൾ തന്നെയാണ് അങ്ങനെ നോക്കുന്നത്. 2 തൂണുള്ള കൊട്ടാരത്തെ പറഞ്ഞാൽ മനുഷ്യജന്മം. അത് 2 തൂണല്ലേ, 2 കാലിൻ്റെ മുകളിൽ നിൽക്കുക. 9 കവാടങ്ങളാണ്, 9 ദ്വാരങ്ങളാണ് ഈ മനുഷ്യ ശരീരത്തിന്. കൊത്തളങ്ങൾ, ക്രീഡാശാല, പാഠശാലയൊക്കെ ഉള്ളിൽ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ കാണാം, കണ്ടാവും അവിടെ. അല്ലാണ്ട് അങ്ങനെയുള്ളൊരു കൊട്ടാരം. ഈ കൊട്ടാരത്തിനോടുള്ള മമത, ശരീരം ഞാൻ എന്നൊരു വിചാരം കണ്ടുണ്ടാകുമ്പം കൂടെയുള്ള കൂട്ടുകാരനെ മറക്കുന്നു. ആ കൂട്ടുകാരനാണ് ഈശ്വരൻ. ജീവോ ബ്രഹ്മൈവ ന അപര. ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. പക്ഷേ ദേഹാഭിമാനം ഉണ്ടാകുമ്പോൾ ജീവൻ എന്ന് പറഞ്ഞിട്ട് മാറി ആരെ വിടും? ഈശ്വരനെ അങ്ങോട്ട് മറക്കുക, കൈവിടുകയാണ്. ആരെ? ഭഗവാനെ മറക്കണം. അന്ന് മുതൽ ദുഃഖമില്ലാണ്ട് പിന്നെ സുഖം ഉണ്ടാകും. ദേഹത്തിലോടുള്ള അഭിമാനം, അവിടെ ആരാണുള്ളത്? അവിടെ ഒരു സുന്ദരി, അതാണ് മനസ്സ്. ഈ മനസ്സിൻ്റെയാണ് വാസ്തവം പറഞ്ഞ ദേഹം. പക്ഷേ ഈ ജീവൻ മനസ്സിനോട് അങ്ങോട്ട് കല്യാണം കഴിക്കും. മനസ്സിൻ്റെ ആയി, പിന്നെ ദേഹാരുടെയായി, തൻ്റെയായി. മനസ്സ് പറയണതൊക്കെ കേട്ടങ്ങനെ മനസ്സിന് അടിമയായിട്ട് കഴിഞ്ഞു. പുരഞ്ജനിയുടെ അടിമയായിട്ട് ആര് കഴിഞ്ഞു? ആ ജീവൻ കഴിഞ്ഞു. പുരഞ്ജനി വെള്ളം കുടിക്കുമ്പോൾ ഇയാളും കുടിച്ചു, പുരഞ്ജനി കരയുമ്പം കരഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം ഒക്കെ മനസ്സിലാണ് ആദ്യം നടക്കുക, പിന്നെയാണ് ശരീരം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുക. ഒക്കെ മനസ്സിലല്ലേ ആദ്യം, അല്ലേ? മനസ്സിങ്ങനെ പറയും പോണോ പോണ്ടേ, 6 മണിയായി, പോണോ പോണ്ടേ, പോണോ പോണ്ടേ, പോണോ. എണീക്കുന്നതിൻ്റെ മുന്നേ മനസ്സിൽ കഴിഞ്ഞു, ഒരു 5-8 പ്രാവശ്യം കഴിഞ്ഞു. ഇപ്പോൾ അത് മനസ്സിലാണെല്ലാം ആദ്യം. അതാര് ചെയ്യുന്നു? പുരഞ്ജനി ചെയ്യുന്നതൊക്കെ പുരഞ്ജനനും ചെയ്യുന്നു. പ്രബലനായിട്ടുള്ള ശത്രു ചണ്ടവേഗൻ, കാലം എന്നർത്ഥം, വളരെ വേഗത്തിൽ സഞ്ചരിക്കുക. കാലത്തിൻ്റെ സ്വഭാവമാണത്. ഒറ്റയ്ക്കല്ല, 300 ചില്ലുവാനം. ക്രമത്തിൽ കൃത്യം പറയുമ്പോൾ 365 നമ്മൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അത് കുറച്ച് വ്യത്യാസം ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതിപ്പം നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് കലണ്ടർ നോക്കുമ്പോൾ 365 ദിവസമാണ്. അപ്പം 365 കറുത്ത പട്ടാളക്കാർ എന്ന് പറഞ്ഞാൽ രാത്രി, വെളുത്ത പട്ടാളക്കാർ എന്ന് പറഞ്ഞാൽ പകൽ. ഈ വെളുത്ത പട്ടാളക്കാരും കറുത്ത പട്ടാളക്കാരും വന്ന് നമ്മളുടെ ഈ കൊട്ടാരം ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലേശം ലേശമായിട്ട്. നമ്മളറിയില്ല, ലേശം ലേശമായിട്ട് അത് പറയില്ല, മെല്ലെ 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 നമ്മളറിയണില്ല, അങ്ങനെ പോണു. ഇപ്പം വെളുത്ത പട്ടാളക്കാർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 6:30 കഴിഞ്ഞവൻ്റെ ഷിഫ്റ്റാണ്. അവരാരേൽപ്പിക്കും, ഇനി നിങ്ങളായിക്കോളൂ എന്ന് പറഞ്ഞ് ആയുധം കറുത്ത പട്ടാൾക്കാർക്ക് കൊടുത്ത് ഇവർ വിശ്രമിക്കും. പിന്നെ കറുത്ത പട്ടാൾക്കാർ ഇങ്ങനെ ആക്രമിക്കും. രാത്രി നമ്മളിങ്ങനെ ക്ഷീണിക്കുന്നുണ്ട്, ആയുസ് ഇങ്ങനെ പോകല്ലേ. ഈ കൊട്ടാരം ക്ഷീണിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കില്ലേ, നമ്മൾ പിടിച്ചു നിൽക്കാൻ നോക്കും. അങ്ങനെ ബ്ലാക്ക് വാഷ് ചെയ്തു, 18 എന്ത് എന്തോ ഗോദ്രേജ് ഉള്ളതുകൊണ്ട് നിൽക്കുക പലരും. അതില്ലെങ്കിൽ കഴിഞ്ഞു കഥ. ഇല്ല, കൊട്ടാരത്തിന് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ കാണിക്കും. അതൊക്കെ കഴിച്ചും കുഴപ്പം തേച്ചും അങ്ങനെയൊക്കെ അങ്ങനെ ഒപ്പിക്കും. ഇഷ്ടിക വീഴും, പല്ല് വയ്ക്കും, കൊണ്ടുവന്ന് വയ്ക്കും, വീണ്ടും വയ്ക്കും. ഇതൊക്കെ സൂചന തരികയാണ്. ഏറെക്കുറെ ആയിട്ട് ഇനിയിപ്പോൾ അധ്യായ ഭാഗത്തൊക്കെ വായിക്കുക, കുറച്ചൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണം, ഗീതയൊക്കെ പഠിച്ചൊന്നൊരു ഭാഗത്തിരുന്നിട്ട് നോക്കൂട്ടോ എന്നൊക്കെ നമ്മൾ സമ്മതിക്കില്ല. പല്ല് വെച്ച് പിന്നെ വറുത്തപ്പേര് കഴിക്കാൻ നോക്കുകയാണ്. ഇനി പൊടിയേരി കഞ്ഞി കുടിച്ചാൽ മതി, അതാണ് അർത്ഥം. ഓട്സൊക്കെ കഴിക്കുക. ഇനി ദഹിപ്പിക്കാനുള്ള ശേഷിയൊന്നും ശരീരത്തിനില്ല. ഇനിയിപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതൊക്കെ കഴിക്കുക. ആ കടിച്ച് വലിക്കണതൊക്കെ നിർത്തുക. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ ജാതിയൊക്കെ നിർത്തണം. അങ്ങനെ ഒന്ന് സാത്വികനാവാൻ ശ്രമിക്കുക എന്നുള്ള സൂചനയാണ്. നമ്മൾ സമ്മതിക്കില്ല. വീണ്ടും 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 അങ്ങനെ പുറപ്പെടുകയാണ്. അതാണ് ഇവിടെ ഉണ്ടായത്. രാജാവ് കുറേയൊക്കെ ശ്രമിച്ചു. പക്ഷെ കാലകന്യ വന്ന് മാലട്ടപ്പനെ സമ്മതിക്കാണ്ട വയ്യ. കാലകന്യ വന്ന് മാലട്ടാൽ പിന്നെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ജനങ്ങൾക്ക് മനസ്സിലാവും, കഴിയാറായി, മനസ്സിലാവും. അതിന് ചെയ്യാൻ നടിക്കാൻ പറ്റില്ല എന്നർത്ഥം. മറ്റതൊക്കെ പിന്നെയും പറ്റിട്ട് ഒരു 10-15 വയസ്സ് വരെയൊക്കെ കുറച്ചൊക്കെ കാണിക്കാൻ പറ്റും നമുക്ക്.
വേഷം കൊണ്ടും ഇതൊക്കെ പറ്റും. പക്ഷെ കാലകന്യ വന്നാൽ പിന്നെ പറ്റില്ല. കാലകന്യ വന്നു, മാലിട്ടു, അതോടുകൂടി ക്ഷീണമായി, ബോധമില്ല, പഴയ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. മനസ്സിൽ ആ പ്രബലമായിരിക്കുമ്പോഴേ എന്തൊക്കെയാണോ അകത്താക്കിയത് അത് മാത്രമാണ് അവസാനം നമ്മളോട് ചോദിക്കാണ്ട് പുറത്തേക്ക് വരും. പ്രായമാകുമ്പോഴേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മനസ്സിലിപ്പോൾ എന്താ ഉള്ളത്? വിഷയം മാത്രമാണ്. പുരഞ്ജനി 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 എന്ന് മാത്രമാണ് അകത്താക്കിയത്. ആ കാലത്ത് ജന്മാദ്യസ്ഥയൊക്കെ അകത്താക്കിയെങ്കിൽ ഇപ്പോൾ അവസാനം എന്ത് വരിയിരുന്നു? അത് വരികയായിരുന്നു. പക്ഷെ അത് അകത്താക്കിയിട്ടില്ല. പക്ഷെ എങ്കിലും മരിച്ചപ്പം അടുത്ത ജന്മത്തിൽ മലയധ്വജൻ എന്ന ഭക്തൻ്റെ ഭാര്യയാവാൻ സാധിച്ചത് എന്താ? അത് ആ കൂട്ടുകാരുടെ കൈ പിടിച്ച് കുറച്ചേരം നടന്നില്ലേ? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അടുത്ത ജന്മത്തിൽ സത്സംഗം തരായി. നേരെയാവാച്ച നേരെയാവട്ടെ എന്ന് ഭഗവാൻ കണക്കാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊക്കെ അപ്പം ഇങ്ങനെ എത്തുമോ? വേറെ എത്ര പുസ്തകം ഉണ്ടതും വായിച്ച് നടക്കില്ലേ ഉള്ളൂ. ഇതിലേക്ക് എത്താൻ കാരണം നമ്മളുടെ കഴിവല്ല, ഭഗവാൻ കരുതിയിട്ട് അങ്ങോട്ട് നേരെയായിക്കോട്ടെ, പാവം നേരെയായിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവണം. അങ്ങനെ അതിലേക്ക് എത്തിപ്പെടുകയാണ്. അങ്ങനെ മലയധ്വജൻ്റെ ഭാര്യയിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തെ സേവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിൽ കുറച്ച് മക്കളൊക്കെ ഉണ്ടായി. അവരൊക്കെ നല്ല ശ്രവണം, കീർത്തനം അതൊക്കെ തന്നെയാണ് മക്കൾ. കുറച്ച് കഴിഞ്ഞ് എല്ലാം വിട്ടു. മലയധ്വജൻ സന്യസിച്ചു. കൂടെ ആരും പോയി, ഇവിടെ പോയി. അവിടെ വെച്ച് മലയധ്വജൻ സമാധിയായി. പക്ഷേ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ബുദ്ധിയിലൊക്കെ നിശ്ചയുണ്ട്. ജനിച്ചാൽ മരിക്കുന്നുള്ള കാര്യമൊക്കെ അറിയാം, തത്വമൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാലും ഒരു സാധകനെ സംബന്ധിച്ച് ഒക്കെ നിശ്ചയുണ്ടെങ്കിലും ചിലപ്പോൾ എന്ത് പറ്റും? അടുത്ത ബന്ധുക്കളോട് മരിക്കുമ്പം നമുക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടാവില്ലേ? ഇല്ലേ? ഇല്ല, കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കറിയാം, ജാതസ്യ ധ്രുവോ മൃത്യോ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്ഥേനത്വം ശോചിതുമർഹസി എന്നൊക്കെ അറിയാം, നിശ്ചയുണ്ട്. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും. ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതൊക്കെ ശരീരമാണ്, ആത്മാവ് മരിക്കാത്തതാണ്, അത് ഉണ്ടാവാത്തതാണ്, എന്നുമുള്ളതാണെന്നൊക്കെ അറിയെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പ്രയാസമുണ്ടാവും. അനുഭവത്തിൽ വരാത്ത ഒരാൾക്ക് അത് പ്രയാസം തന്നെയാണ്. ഇവിടെ അത്രയ്ക്ക് എത്തിയിട്ടില്ല ആർക്ക്? ഈ സ്ത്രീക്ക് ആണ്. ഇപ്പം എന്താ പറയാൻ നിശ്ചയില്ല. നേരത്തെ പുരഞ്ജനം എന്ന് പറഞ്ഞു ആണ്, ഇനിയിപ്പം സ്ത്രീയായപ്പം ആണ് എന്ത് പറയും? മലയധ്വജൻ്റെ ഭാര്യ. ആ സമയത്ത് ആരെന്നെ വന്നു? അയാൾക്ക് തത്വം ബോധ്യമാവണമെന്ന് കരുതി ആ ഈശ്വരൻ തന്നെ ഒരു രൂപം സ്വീകരിച്ച് വരികയാണ്. ബ്രാഹ്മണ രൂപത്തിൽ വന്നു പറഞ്ഞാർത്ഥം ഗുരുനാഥനായിട്ട് വന്നു. അത് ഏത് ഭാവത്തിൽ എന്ന് പറയാൻ പറ്റില്ല. അത് വ്യക്തികളായിട്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാവാം. ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിപ്പിച്ചും കൊണ്ടൊക്കെ ചിലപ്പം വരും. അതെങ്ങനെയെന്ന് പറയാൻ പറ്റില്ല, അത് എവിടെ വെച്ചെന്ന് പറയാൻ പറ്റില്ല. ആ ഭഗവാൻ തന്നെ, ആ കൂട്ടുകാരൻ തന്നെ ഇപ്പം ബ്രാഹ്മണ രൂപത്തിൽ വന്ന് ചോദിക്കുകയാണ്, ഗംഭീരമായിട്ടുള്ള ഉപദേശം കൊടുക്കുകയാണ്, വിചാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. നീ ആരാ? അതാണ് ഒന്നാമത്തെ ചോദ്യം. നീ ആര്? ഞാൻ തന്നെ ആണ്. നമ്മളങ്ങനെയല്ലേ പറയാം? എല്ലാവരും ഞാൻ എന്നല്ലേ പറയാം ആദ്യം. ആരാ ചോദിച്ചാൽ എന്താ പറയാ? ചില അമ്മമാരൊക്കെ വിളിക്കാറുണ്ട്, തിരുമേനി. ആരാ? ഞാനാ തിരുമേനി. ഞാനാന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ പറയും? ഞാനാ. അത് പറഞ്ഞാൽ മതിയോ? അല്ല, തെറ്റല്ല. നമ്മളും പറയും ഞാനാണ്. ഞാൻ ഇരുട്ടത്ത് രണ്ടുപേര് തമ്മിൽ കൂട്ടിമുട്ടി എന്താ പറയുക? ആരാ ചോദിച്ചാൽ രണ്ടുപേരും പറയും ഞാനാണ്. അത്രന്നെ. ഈ ഞാനാരാ ആണ് ചോദ്യം. അതാണ് രമണ മഹർഷിയൊക്കെ ചോദിക്കുക, ഞാനാര്? പറയും, ഈ ശരീരമാണോ? ശരീരമാണെങ്കിൽ ഏത് ഭാഗം? കൈയാണോ, കാലാണോ, മൂക്കാണോ, പല്ലാണോ, ചെവിയാണോ, മുടിയാവും? അല്ലല്ല, കിഡ്നിയാവും, ഹാർട്ടോ? ഒന്നുമല്ല. പിന്നെന്താ പറയൂ? അല്ല, ഞാൻ എന്ന് പറയാറുണ്ടല്ലോ, എന്താണെന്ന് പറയൂ. അത് പറ്റില്ല. മനസ്സാണോ? അല്ല, എൻ്റെ മനസ്സൊന്നും ഞാൻ പറയാറുണ്ട്, എൻ്റെ ഒന്നും ഞാനാവാൻ വഴിയില്ല. പിന്നെ എന്തായി ഞാൻ? നീ സ്ത്രീയാണോ പുരുഷനാണോ? സ്ത്രീ എന്ന് പറയുന്നത് ശരീരം നോക്കിയിട്ടല്ലേ, അല്ലെങ്കിൽ മനസ്സ് നോക്കിയിട്ടല്ലേ? സ്ത്രീയുടെ ശരീരവും പുരുഷൻ്റെ മനസ്സുള്ളവരുണ്ടേ, പുരുഷൻ്റെ മനസ്സും സ്ത്രീയുടെ ശരീരവും ഉള്ളവരുണ്ടേ. എല്ലാ മനുഷ്യരിലും എന്തുണ്ട്? ഇനി പുരുഷനാണെങ്കിലും കുറച്ച് സ്ത്രീയൊക്കെ ഉണ്ട്, സ്ത്രീകളിലും കുറച്ചൊക്കെ ഉണ്ട്. ചിലത് കുറച്ചധികം ഉണ്ടാവും. അവരെ നമ്മൾ സ്ത്രീ എന്നൊക്കെ വിളിക്കുന്നു. ചിലക്ക് പുരുഷത്വം കുറച്ച് കൂടും, അത് പുരുഷെന്ന് വിളിക്കുന്നു. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കടന്ന് അതൊക്കെ ശരീരം, മനസ്സ് അതും കൂടി കുഴിച്ചകത്തേക്ക് പോകും. അവിടെ ആത്മാവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഭേദമില്ല, എല്ലാം ഒന്നാണ്. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല. ന ചവ്യോമ ഭൂമി ന തേജോ ന വായു. ഞാൻ പഞ്ചഭൂതങ്ങളല്ല. അങ്ങനെ വിചാരം ചെയ്യണം. ഞാൻ കണ്ണല്ല, മൂക്കല്ല, നാക്കല്ല, ചെവിയല്ല, ത്വക്കല്ല. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം. ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണ നേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായു. ചിദാനന്ദരൂപ ശിവോഹം. ശിവോഹം, ഞാൻ ആനന്ദസ്വരൂപനായിരിക്കുന്ന ശിവനാണ് എന്ന ഗുരുനാഥൻ അങ്ങോട്ട് പറഞ്ഞ സമയത്ത് ആർക്ക് ബോധ്യമാണ്? അനുഭൂതി സമ്പന്നനായിട്ടുള്ള ഗുരുനാഥൻ്റെ വാക്ക് കേൾക്കുമ്പം ഉള്ളിൽ അത് തെളിയും, ഒന്നുകൂടി തെളിയും. അതങ്ങോട്ട് തെളിഞ്ഞു. രണ്ടുപേരും കൂടി എന്തായി? ഒന്നായി മാറി. ജീവോ ബ്രഹ്മൈവ നാ അപര. ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെ. നമ്മളിപ്പം എന്ത് പറ്റി ചോദിച്ചാൽ പ്രതിബിംബമാണ്.
സൂര്യൻ ആകാശത്ത്, താഴത്ത് 10 പാത്രങ്ങൾ വെച്ചാൽ ആ പാത്രത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ 10 പാത്രത്തിൽ എന്ത് കാണും? 10 സൂര്യന്മാരെ കാണും. പാത്രം അങ്ങനെ ഇളക്കിയാൽ ആരിളകും? സൂര്യൻ ഇളകുമോ? പ്രതിബിംബ സൂര്യൻ ഇളകും. അപ്പോഴും ഇളകണില്ല കേട്ടോ, ജലം ഇളകണത്. പ്രതിബിംബ സൂര്യൻ ഇളകണില്ല, ഇളകണത് പോലെ തോന്നും. ആ പാത്രത്തിലെ വെള്ളം വറ്റിക്കഴിഞ്ഞ് എന്താ ഉണ്ടാവുക? ആ പ്രതിബിംബ സൂര്യൻ എങ്ങോട്ടേ പോയി ചോദിച്ചാൽ നമ്മൾ പറയും ആ പ്രതിബിംബ സൂര്യനെ ശരിക്കുള്ള സൂര്യനിൽ അങ്ങോട്ട് ലയിച്ചു. അങ്ങനെ ലയിച്ചിട്ടൊന്നുമില്ല, ഒന്നുമില്ല. വെള്ളം വറ്റിയപ്പം അവിടെയുള്ള സൂര്യൻ ഒരു മാറ്റം ഇപ്പോഴും പണ്ടും വന്നിട്ടില്ല. ഇവിടെ നമുക്ക് വാസന അങ്ങോട്ട് ഉണ്ടായി, മനസ്സങ്ങോട്ട് വന്ന സമയത്ത് ആ മനസ്സിൽ തൽക്കാലം തോന്നണത് ആ ബ്രഹ്മത്തിൻ്റെ പ്രതിബിംബം. അതിനെ ജീവൻ എന്ന് വിളിച്ചോളൂ. മനസ്സങ്ങോട്ട് ഇല്ലാണ്ടേ എന്ത് പോയി? ജീവനും പോയി. എല്ലാം ഒന്ന് ഈശ്വരൻ തെളിയാണ്. അതാണ് ഇപ്പം ഇവിടെ ഉണ്ടായത്. അതാണ് തത്വമസി എന്ന ആ ഉപനിഷത്ത് മഹാവാക്യത്തിൻ്റെ താല്പര്യമാണ് ഇപ്പം വർണ്ണിച്ചത്. മോക്ഷം എന്ന ആ ഒരു കഥ, ആ അർത്ഥം സൂചിപ്പിക്കുകയാണ് ഈ ഒരു പുരഞ്ജനോവാക്യത്തിൽ. അതിനുശേഷം പിന്നീട് പഞ്ചമസ്കന്ധം ആരംഭിക്കുകയാണ്. പഞ്ചമസ്കന്ധത്തിൻ്റെ ലക്ഷണം സ്ഥാനം എന്നാണ്. മനുഷ്യരൂപത്തിൻ്റെ സ്ഥാനം ഈ ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കഴിയണം എന്നാണ്. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കഴിയണം. കാരണം ഇത് അങ്ങനെ ഇങ്ങനെയും കിട്ടണതല്ല. ഇത് വലിയ ഭാഗ്യം കേട്ടോ. അതൊന്നും അറിയണ്ടേ ആദ്യം. നമ്മളിത് എളുപ്പം കിട്ടി കരുതിയിരിക്കുകയാണ്. അല്ലല്ല, ഇത് കുറേ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ജന്മം കിട്ടിയത്. ഇതെന്ത് ചെയ്യരുത്, ഇത് വെറുതെ അങ്ങനെ കളയരുതേ എന്ന് ബോധിപ്പിക്കുകയാണ്. ഇവിടെയുള്ള പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും വർണ്ണിച്ച് കേൾക്കുമ്പം എത്ര ഗ്രഹങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, അതൊക്കെ അങ്ങോട്ട് വർണ്ണിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതേ ചെറിയൊരു ഗ്രഹം ഭൂമി, അതേ ചെറിയൊരു സ്ഥലം ഭാരതം, അതിൽ ചെറിയൊരു സ്ഥലം കേരളം, അതിലെ ചെറിയൊരു സ്ഥലം എറണാകുളം, ആ ചെറിയൊരു സ്ഥലം എടപ്പള്ളി, ചെറിയൊരു സ്ഥലം, ചെറിയൊരു അമ്പലം, ചെറിയൊരു മനുഷ്യൻ. എൻ്റെ വിചാരം എന്താ വെച്ചാൽ ഇയാളുടെ തലയിലാണപ്പോൾ ഇതൊക്കെയാണ്. അങ്ങനെയാവും നമുക്ക് തോന്നുന്നു ഒന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നും അഹങ്കരിക്കാനൊന്നുമില്ല. എന്താ ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ നമ്മളിവിടെ ഇല്ലെങ്കിലും ഇവിടെ ഒന്നും കൂടി നന്നായി നടക്കും, ഇത്രയേ ഉള്ളൂ. അതാ വിചാരിക്കേണ്ടത്. അല്ലാണ്ട് ഞാനല്ലേ ശരിയാവില്ല എന്നല്ല, നമ്മളല്ലേ ഒന്നുകൂടി വെട്ടിപ്പായിട്ട് കാര്യം നടക്കുന്നല്ലാതെ എന്ന് വിചാരിക്കുമ്പം നമുക്കെന്താവും, നമ്മുടെ അഹന്ത ഇങ്ങനെ കുറഞ്ഞ് വരും. മുകളിലേക്ക് പോകും തോറും നമുക്കിതൊക്കെ എന്തായി മാറും? ഒക്കെ ചുരുങ്ങി അങ്ങനെ നമുക്കങ്ങനെ നമ്മൾ പഞ്ഞി പോലെയാവും, തൂവല പോലെ അങ്ങനെ കാറ്റത്ത് പാറി നടക്കും, ഒന്ന് ഫ്രീ ആവും. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ, അതിനാണ് ഇവിടെ ഈ പഞ്ചമസ്കന്ധം വർണ്ണിക്കുന്നത്. കുറേ വർണ്ണിക്കുകയാണ്, ഗ്രഹങ്ങളെ പറ്റി നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ വർണ്ണിക്കുന്നു. അതെന്തിനു ചോദിച്ചാൽ ജോഗ്രഫി പറയാനല്ല. മരിക്കാൻ പോകുന്ന പരീക്ഷത്തിന് 4 ദിവസം കഴിഞ്ഞാൽ മരിക്കും, അയാൾക്ക് എത്ര പുഴകളുണ്ട് പറഞ്ഞു തരാം, എത്ര പർവ്വതങ്ങളുണ്ട് പറഞ്ഞു, എന്തിനപ്പോൾ ഇതൊക്കെ പഠിക്കണം? അപ്പം അതല്ല, ഇതൊക്കെ ഭഗവാന്റെ മഹിമയാണ് എന്ന് കാണിക്കാനാണ്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഭഗവാനാട്ടോ. ഇതൊക്കെ ഭഗവാന്റെ വിഭൂതികളാണ്. ഈ കാണുന്നത് ഭഗവാന്റെ സ്ഥൂലമായ രൂപമാണ്. ഭഗവാൻ എവിടെ അന്വേഷിക്കേണ്ട, ഈ കാണുന്നതൊക്കെ ഭഗവാൻ തന്നെ എന്ന് കാണിക്കാനാണ് ഇപ്പോൾ അതൊക്കെ വർണ്ണിച്ചത്. പക്ഷേ ഇവിടെ ജനിച്ച നമുക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ഭഗവാനെ അറിയാൻ സാധിക്കും മനുഷ്യന് മാത്രമാണ്. നിവർന്നിരിക്കാൻ പറ്റിയ മനുഷ്യനല്ലേ, അല്ലേ? ധ്യാനിക്കാൻ പറ്റിയ ആർക്കാ? മനുഷ്യനല്ലേ പറ്റുള്ളൂ. ഭാഗവതം വായിക്കാൻ ആർക്കാ പറ്റുക? മനുഷ്യനല്ലേ പറ്റുള്ളൂ. വിചാരത്തിലൂടെ ഉയർന്ന് ശാന്തി അനുഭവിക്കാനുള്ളൊരു കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ അതാ ചെയ്യേണ്ടത്. ഒരു മൃഗം തന്നെയാണ് മനുഷ്യനും. മൃഗത്തിൻ്റെ സ്വഭാവം കുറേശ്ശെയൊക്കെ കാണിക്കാം, പക്ഷെ കൂടുതലും കാണിക്കേണ്ടത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതെന്താണ്? അവബോധന എന്നുള്ള ധാതുവിൽ നിന്നാണ് മനുഷ്യൻ എന്നുള്ള പദം ഉണ്ടായത്. ബോധം വികസിച്ചവൻ. ഉള്ള ബോധം കൂടി ഇല്ലാണ്ടിയാക്കണ മട്ട് കഴിയരുതേ. ആകുള്ളത് വിശേഷ ബുദ്ധിയാണ്, അതില്ലാണ്ടിയാക്കണ ഏർപ്പാടൊന്നും ചെയ്യാതെ കഴിയാണ് വേണ്ടത്. അത് കാണിക്കാനാണ് ഇപ്പം ഈ ഒരു സ്കന്ധം. പ്രിയവ്രതൻ്റെ കഥ പറയുകയാണ്. എന്താ ആ കഥ പറയാമെന്ന് ചോദിച്ചു. പറയാം, പ്രിയവ്രതൻ്റെ കഥ പറയാം. പ്രിയം വ്രതമാക്കിയവനാണ് പ്രിയവ്രതൻ. അത് നല്ലൊരു വ്രതമല്ലേ? എല്ലാവർക്കും നന്മ ചെയ്യണം എന്നുള്ളൊരു വിചാരമാണ്. പ്രിയം വ്രതമാക്കിയവൻ. നമുക്ക് ഏകാദശി വ്രതം, പ്രദോഷവ്രതമൊക്കെ ഉണ്ട്. പ്രിയവ്രതം കഷ്ടിയായിരിക്കും. തൻ്റെ ഈ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും നോട്ടം കൊണ്ടൊക്കെ എല്ലാവർക്കും പ്രിയം ചെയ്തും കൊണ്ട് കഴിയുക. അതാണ് പ്രിയവ്രതൻ്റെ പ്രത്യേകത. ആത്മാരാമഹ, അദ്ദേഹം ആത്മാരാമനായിട്ട് കഴിയായിരുന്നു. ആദ്യം വിവാഹമൊന്നും വേണ്ട പറഞ്ഞിരുന്നു. അങ്ങനെ അവസാനം പലരും നിർബന്ധിച്ചു. അങ്ങനെ പ്രിയവ്രതൻ ആരെ വിവാഹം കഴിച്ചു? അദ്ദേഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മുത്തശ്ശൻ വന്ന് പറഞ്ഞു, കഴിച്ചു വെച്ച് തെറ്റൊന്നുമില്ല. നമുക്ക് വിവാഹം കഴിച്ചു വെച്ചിട്ട് അത് ആത്മനിഷ്ഠയ്ക്ക് തടസ്സമൊന്നുമില്ല. എത്ര പേര് അങ്ങനെ രാമകൃഷ്ണദേവൻ വിവാഹം കഴിച്ചില്ലേ? വിവാഹം കഴിച്ചു വെച്ചിട്ട് അങ്ങോട്ട് ഈശ്വരനെ കിട്ടാണ്ട് പോകുന്നില്ല. നമ്മുടെ വിവാഹം കഴിക്കാണ്ടെന്ന് വെച്ചാൽ കിട്ടണമെന്നില്ലേ? വിവാഹം കഴിക്കാണ്ട് അങ്ങനെ ഇരുന്നു എന്നിട്ട് ഈശ്വരനെ കിട്ടുക, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും വിഷയമില്ല. അതുകൊണ്ട് വിവാഹം കഴിച്ചോളൂ. വിവാഹം കഴിച്ചിട്ടും അങ്ങനെ ആത്മനിഷ്ഠനായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കേമത്താണ്. ഹൈവേ കൂടെ വണ്ടി ഓടിക്കാൻ വെച്ചാൽ കുറച്ച് പ്രയാസമാണ്.
മൈതാനത്തിലൂടെ വണ്ടി ഓടിക്കാൻ പ്രയാസമില്ല, ഇത് ഓണാക്കി വെച്ചാൽ അങ്ങനെ പോകും, കുഴപ്പമൊന്നുമില്ല, തട്ടാനൊന്നുമില്ല. നേരെ മറിച്ച് ഹൈവേ കൂടെ ഓടിക്കുക പറഞ്ഞാൽ ഇങ്ങോട്ട് പല വണ്ടിയും വരും. അതിനിടയ്ക്കൊക്കെ നമ്മൾ തട്ടാണ്ട് മുട്ടാണ്ട് ഓടിക്കണം വെച്ചാൽ കുറച്ച് പ്രയാസമാണ്. വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കുടുംബമൊക്കെ ആയിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പ്രശ്നമില്ലാണ്ട് അങ്ങനെ സമാധാനമായിട്ടിരിക്കണം വെച്ചാൽ അതിന് അതാണ് ഒരു കേമത്തം എന്ന് പറഞ്ഞ സമയത്ത് നാ കഴിക്കാമെന്നായി. അങ്ങനെ വിവാഹം കഴിച്ചു, ബർഹിഷ്മതിയെ വിവാഹം കഴിച്ചു. അങ്ങനെ 10 പുത്രന്മാർ, ഒരു പെൺകുട്ടിയും ഉണ്ടായി. മൂത്ത പുത്രൻ്റെ പേര് ആഗ്നീന്ദ്രൻ എന്നാണ്. ആഗ്നീന്ദ്രനും ആദ്യകാലത്തൊന്നും കല്യാണം കഴിക്കേണ്ട എന്ന് പറഞ്ഞ അദ്ദേഹം മലയുടെ മുകളിൽ പോയി തപസ് ചെയ്യണം. ബ്രഹ്മദേവന് തോന്നി ഇവർക്ക് ഈ പാരമ്പര്യമായിട്ട് ഈ സൂക്കടുണ്ട്, ആദ്യം വേണ്ട വേണ്ട പറയും, പിന്നെ 2 പ്രാവശ്യം പറഞ്ഞാൽ കഴിക്കുകയും ചെയ്യും. വെറുതെ ഇപ്പം താനിപ്പം അങ്ങോട്ട് പുറപ്പെട്ട് പോകുന്നും വേണ്ട, എത്ര കണ്ട് പ്രാപ്തി ഉണ്ടെന്ന് നോക്കാനായിട്ട് അപ്സരസ്ത്രീയെ പറഞ്ഞയച്ചു. അങ്ങനെ പൂർവ്വചിത്തിൻ്റെ പേരായിട്ടുള്ള അപ്സരസ്ത്രീ അങ്ങോട്ട് പോയി. പൂർവ്വചിത്തി എന്ന് പറഞ്ഞാൽ പൂർവ്വ സംസ്കാരം. നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് കുറച്ചൊക്കെ പഴയ സംസ്കാരമാണ്. ഇന്നലത്തതൊക്കെ കുറച്ചില്ലേ നമുക്ക്, അതാണ് ഇപ്പം ഇന്നത്തെ നാളെ. നമ്മൾ പണ്ട് ചെയ്തതിൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കണതെങ്കിൽ അതിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇന്ന് നല്ല ചെയ്ത് നാളെ നല്ലത് അനുഭവിക്കാം. അതാ വേണ്ടത്, അതിന് ശ്രമിക്കുക വേണ്ടത്. വീണ്ടും 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 അപകടം ചെയ്യല്ല. പണ്ട് ചെയ്തതിൻ്റെ ഫലം ഇന്ന് അനുഭവിക്കുന്നു എങ്കിൽ ഇന്ന് ഞാൻ നല്ലത് ചെയ്താൽ നാളെ എനിക്ക് നല്ലത് അനുഭവിക്കാം എന്ന് കണക്കാക്കി നല്ല രീതിയിൽ കഴിയുക. ഇദ്ദേഹത്തിൻ്റെ പൂർവ്വ സംസ്കാരം അദ്ദേഹത്തെ ആ വിവാഹത്തിലേക്ക് എത്തിച്ചു. അദ്ദേഹം പൂർവ്വചിത്തിയെ കണ്ടപ്പോൾ തപസ് നിർത്തി, അവളുടെ കൂടെ നൃത്തം വെച്ചു, പാട്ടൊക്കെ പാടി അദ്ദേഹം നേരെ അവളുടെ ലോകത്തേക്ക് പോയി. അങ്ങനെ അതിലുണ്ടായി മക്കളൊക്കെ. അങ്ങനെ ആഗ്നീന്ദ്രൻ പൂർവ്വചിത്തിയെ വിവാഹം കഴിച്ചു. അങ്ങനെ നാഭി എന്ന് പേരായിട്ടൊരു ഉണ്ണി. അങ്ങനെ നാഭി മേരുദേവിയെ വിവാഹം കഴിച്ചു. അങ്ങനെ മക്കളൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. നാഭിക്ക് എന്താ മോഹിച്ചാൽ തനിക്കുണ്ടാവണ മകൻ ഭഗവാനെ പോലെ ആവണമെന്നൊരു വിചാരം. ഋഷിമാർ പുത്രകാമേഷ്ടി നടത്തുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒറ്റ മോഹമേ ഉള്ളൂ, ഉണ്ടാവുക വെച്ചാൽ ഭഗവാനെ പോലെ. അവർ യാഗം ചെയ്തപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ ബ്രാഹ്മണരെ നിങ്ങൾക്ക് മോഹം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോഹമില്ല, ഞങ്ങളുടെ രാജാവിന് അങ്ങയെപ്പോലെ ഉണ്ണി ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെപ്പോലെ വേറൊരാളില്ല, നിങ്ങൾക്ക് അറിയില്ലേ, എന്നിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞാലോ. അല്ല, അങ്ങനെ വന്നാൽ പോരെ, ശരി ഏതായാലും ഇനിയിപ്പം ഞാൻ തന്നെ അവതരിക്കാം എന്ന് പറഞ്ഞ ഭഗവാൻ നാഭിയുടെയും മേരുദേവിയുടെയും മകനായി ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചു. അതാണ് ഭഗവാന്റെ ഋഷഭാവതാരം. ഋഷഭൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നർത്ഥം. നരഋഷഭൻ എന്ന് പറഞ്ഞാൽ നരന്മാരിലെ ശ്രേഷ്ഠൻ. ഗജഋഷഭൻ എന്ന് പറഞ്ഞാൽ ഗജൻ, ആനകളിലെ ശ്രേഷ്ഠൻ. സിംഹഋഷഭൻ എന്ന് പറഞ്ഞാൽ സിംഹങ്ങളിലെ ശ്രേഷ്ഠൻ എന്നാണ്. അപ്പോൾ അത് ഋഷഭൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു. ആ ഉണ്ണിക്ക് അത്യാവശ്യം 10-16 വയസ്സായി. അക്കാലത്ത് ഇന്ദ്രൻ മഴ പെയ്യിച്ചില്ല. കാരണം അക്കാലത്ത് ആരും യാഗം ചെയ്യാണ്ടേ, യാഗം ചെയ്യണത് സ്വർഗം കിട്ടാനാണ്. സ്വർഗത്തേക്കാൾ കേമായിട്ട് അവർക്ക് ഈ ഭാരതത്തെ തോന്നി. അന്ന് അജനാഭം എന്നാ പേര്, നാഭി ഭരിച്ചപ്പോൾ അജനാഭം എന്നായിരുന്നു. അതുകൊണ്ട് അവരാരും സ്വർഗം മോഹിച്ചില്ല. അങ്ങനെ വന്നാൽ പിന്നെ അവരൊന്ന് സ്വർഗത്തിൻ്റെ മഹിമ മനസ്സിലാക്കട്ടെ കരുതി ഇന്ദ്രൻ മഴ പെയ്യിക്കാണ്ടിരുന്നു. കുറച്ച് ദിവസമൊക്കെ കാത്തു നോക്കി. ഋഷഭൻ മഴ പെയ്യിക്കണില്ല എന്ന് കണ്ടപ്പം ഋഷഭൻ തൻ്റെ യോഗശക്തി കൊണ്ട് എന്ത് ചെയ്തു? ആ ഇന്ദ്രന് ബലമാരാ? ഈ ഭഗവാനല്ലേ. ആ ഋഷഭദേവൻ തൻ്റെ യോഗശക്തി കൊണ്ട് മഴ അങ്ങോട്ട് പെയ്യിച്ചു. അത് ഇന്ദ്രൻ പെയ്യിക്കുന്നത് പോലെ ഇന്ദ്രൻ വേണ്ടാത്ത ദിക്കിൽ കുറേ പെയ്യിക്കും, വേണ്ട ദിക്കിൽ പെയ്യിക്കില്ല. അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഇന്ദ്രന്. എന്നതങ്ങനെയല്ല, വേണ്ട ദിക്കിൽ വേണ്ടതുപോലെ അങ്ങോട്ട് മഴ പെയ്യിച്ചു. ഇന്ദ്രന് മനസ്സിലായി ആള് കേമന, അയാളോട് ശത്രുത വേണ്ട, ബന്ധുവാക്കുക നല്ലത്. നേരെ തന്നെ തൻ്റെ മകളെയും കൊണ്ടുപോയിട്ട് ചോദിച്ചു, വിവാഹം കഴിക്കുക. അദ്ദേഹം ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ ജയന്തിയെ വിവാഹം കഴിച്ചു ഋഷഭൻ. ഇപ്പം എന്തായി? ഋഷഭൻ ആരായി? ഋഷഭനെ പറ്റി ആരെങ്കിലും നല്ലത് പറയുമ്പോൾ എങ്ങനെയാ, തൻ്റെ മരുമകനല്ലേ, അങ്ങനെ കണ്ട് തന്നെക്കാൾ വരെയുള്ള ആളെ കണ്ടപ്പോൾ തൻ്റെതാക്കി മാറ്റി. ജയന്തിയെ വിവാഹം കഴിച്ചു. അതിൽ 100 മക്കളുണ്ടായി ഋഷഭന്. ചിത്തവൃത്തികളെ സൂചിപ്പിക്കുകയാണ്. ഇതിനൊന്നും കണക്കില്ലെന്ന് കാണിക്കാനാണ് 100. എത്ര ചിന്തകൾ നമുക്കുണ്ടായിട്ടുണ്ട്? കണക്കുണ്ടോ? ഉണ്ടോ? അതിൽ കുറച്ച് ചിന്തകളൊക്കെ ഉദാത്തമായ ചിന്തയായിരിക്കും. നമുക്ക് അങ്ങനെ ഉണ്ടോ? ചില ദിവസമൊക്കെ നല്ല ഉദാത്തമായ ചിന്ത, ഭാഗവതമൊക്കെ അങ്ങനെ കേട്ട് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ നാളെ ഇങ്ങോട്ട് സന്യസിച്ചാലോ, വേണ്ട അങ്ങനെയൊക്കെ തോന്നും. 2 ദിവസം കഴിയട്ടെ. അങ്ങനെ ഉദാത്തമായ ചിന്ത. അത് നവയോഗികൾ 9 പേര് വളരെ വലിയ കേമന്മാരായിട്ട് മാറി യോഗീശ്വരന്മാരാണ്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമളൻ, ചമസൻ, കരഭാജൻ. അവരുടെ കഥ നമുക്ക് ഏകാദശത്തിൽ കേൾക്കട്ടോ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പേര് ബ്രാഹ്മണരായിട്ട് മാറി. പറയുമ്പോൾ ക്ഷത്രിയൻ്റെ മക്കളാണ്, പക്ഷെ എന്തായി മാറി? ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠ ബ്രാഹ്മണ ബഭൂവു. അവർക്കൊക്കെ ഭാഗവതം കേൾക്കാനും വേദം പഠിക്കാനും കേൾക്കാനും ശ്രദ്ധിക്കാനും ഒക്കെയാണ് ഇഷ്ടം. അങ്ങനെ കേട്ട് അറിവാർജിച്ച് അവരൊക്കെ ആരായി മാറി? ബ്രാഹ്മണരായി മാറി. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലേ കേൾക്കണത് വെച്ചാൽ എനിക്ക് സംശയമില്ല നിങ്ങളൊക്കെ ആരാ? എനിക്ക് സംശയമില്ല. വേറെ ഉള്ളവർക്ക് സംശയം ഉണ്ടാവും, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സംശയമില്ല നിങ്ങളൊക്കെ ബ്രാഹ്മണർക്ക് അല്ലാണ്ട് അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാൻ സാധിക്കില്ല. അച്ഛനാരാ അമ്മയാരെന്നുള്ള ചോദ്യമൊന്നുമില്ല.
അവരെ ജാതി അത് ചോദിക്കണമെന്നില്ല. പക്ഷെ ബ്രാഹ്മണരാണ്, അല്ലെങ്കിൽ ഇത്ര ശ്രദ്ധയോടുകൂടി കേൾക്കാൻ സാധിക്കില്ല എന്നർത്ഥം. അങ്ങനെ കുറച്ച് പേര് ബ്രാഹ്മണരായി മാറി, കുറച്ച് പേര് ക്ഷത്രിയരായി. അതിലെ മൂത്ത പുത്രൻ ആരാണ്? അത് ഭരതൻ, ശ്രേഷ്ഠനാണ്. ഈ 100 പുത്രന്മാരുണ്ടാവൽ വലിയ കാര്യമൊന്നുമല്ലല്ലോ, ആണോ? പണ്ട് ഗാന്ധാരിക്ക് ഉണ്ടായില്ലേ? എന്നിട്ടോ തമ്മു തല്ലി ചത്തുമൊക്കെ. ഒന്നിനെങ്കിലും സദ്ബുദ്ധി വേണമെന്ന് പ്രാർത്ഥിച്ചോ? അതുണ്ടായില്ല. അതാണ് പ്രധാനം. കുറേ ഉണ്ടാവലല്ല, വേണ്ടതുപോലെ ഒന്നുണ്ടായാൽ മതി, അതല്ലേ വേണ്ടത്. അതുകൊണ്ട് ഈ 100 പുത്രന്മാർക്ക് വേണ്ട ഉപദേശം കൊടുക്കേണ്ടത് അച്ഛനായ തൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം മക്കളെ വിളിച്ചിട്ട് ഉപദേശിക്കുകയാണ്. നായം ദേഹോ ദേഹഭാജാമൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകാഹ യേന സത്വം ശുദ്ധിയതി യസ്മാത് ബ്രഹ്മസൗഖ്യം തു അനന്തം നായം ദേഹ. അല്ലെങ്കിൽ കുട്ടികളെ, നമുക്ക് ഈ ദേഹം കിട്ടിയതേ തുച്ഛങ്ങളായിട്ടുള്ള കാമങ്ങൾ അനുഭവിക്കാനല്ല. കുറേ കഴിക്കുക, കുടിക്കുക, കിടന്നുറങ്ങുക, അതൊന്നും വേണ്ട പറയണില്ല. പക്ഷെ അതിനായിട്ടാണ് കിട്ടിയത് വിചാരിക്കരുത്. ചില അങ്ങനെ വിചാരിക്കുക, എന്തൊക്കെ കഴിക്കാൻ ബാക്കിയുണ്ട് ഒക്കെ കഴിക്കുക, അതൊക്കെ കുടിക്കാൻ ബാക്കിയുണ്ട്, ഒരു ജന്മയുള്ളൂ, അടിച്ച് പൊള്ളിക്കുക എന്നൊക്കെ പറയേണ്ടവരുണ്ട്. അങ്ങനെയല്ല. കഴിക്കുക കുടിക്കത്തൊക്കെ തന്നെ പ്രധാനം എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പന്നിയായ പോരെ, നന്നായിട്ട് കഴിക്കാൻ പറ്റും, കുടിക്കാൻ പറ്റും, കിടന്നുറങ്ങാൻ പറ്റും, നല്ല സൗകര്യമല്ലേ? നായയാ പോരെ. നമുക്ക് നിലത്ത് കൊള്ളുമ്പോൾ കഴിക്കാൻ പറ്റുമോ? നായ്ക്ക് പറ്റും. നമുക്ക് ഇവിടെ ചുരുണ്ട് കൂടി കിടക്കാൻ പറ്റുമോ? പറ്റില്ല. നായ്ക്ക് പറ്റും. എവിടുന്നും എന്തും ആർക്ക് പറ്റും? നമുക്ക് പറ്റും. നമുക്ക് അമ്പലമാണ് അങ്ങാടി എന്നുള്ള വ്യത്യാസമുണ്ട്. നായ്ക്കുണ്ടോ? ഇവിടെ ഇപ്പം പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുള്ള വ്യത്യാസം നമുക്കുണ്ട്. നായ്ക്കുണ്ടോ? വല്യച്ഛൻ ഇരിക്കുന്നുണ്ട്, വല്യമ്മ, ഒന്നുമില്ല. അത് എന്താ വെച്ചാൽ എവിടുന്ന് വെച്ചാൽ അല്ല, അതാണ് മുഖ്യമെങ്കിൽ പിന്നെ അങ്ങനെ ഇപ്പം മനുഷ്യനാവേണ്ട കാര്യമുണ്ടോ? തുച്ഛങ്ങളായിട്ടുള്ള കാമങ്ങൾ അനുഭവിക്കാനല്ല ഈ ജന്മം കിട്ടിയത്. പിന്നെ എന്തിനാണ്? തപോ ദിവ്യം പുത്രകാഹ. സ്നേഹം കൂടുമ്പോഴാണ് പുത്രക എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പുത്രാന്നേ വിളിക്കുള്ളൂ. കുറച്ചുകൂടി സ്നേഹം കൂടുമ്പം ബാലൻ, ബാലകൻ, അല്പാർത്ഥേക്ക പ്രത്യയ എന്ന് പറയും. കാന്ന് ചേർക്കുമ്പം ഒന്നുകൂടി ഓമനത്വം, സ്നേഹം, വാത്സല്യം കൂടുമ്പോഴാണ്. ഉണ്ണിക്കുട്ടെന്ന് പറയില്ലേ? ഉണ്ണി പറഞ്ഞ ഉണ്ണിക്കുട്ട വിളിച്ചാൽ ഒന്നുകൂടി സ്നേഹം കൂടി അച്ഛന്. പുത്രക സ്നേഹം കൊണ്ട് പറയുക. അച്ഛൻ്റെ കടമയാണ് അത് പറയേണ്ടത്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊക്കെ ദിവ്യമായ തപസ് ചെയ്യൂ, എന്നാൽ അച്ഛനെ പോലെ എങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും. അതിനാണ് നമുക്ക് ഈ ജന്മം കിട്ടിയത്, അതാണ് മുഖ്യം. അതുകൊണ്ട് കൂടുതൽ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ആധ്യാത്മിക വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. കുറച്ച് സമയമൊക്കെ ജന്തുക്കളെ പോലെ കഴിഞ്ഞോളൂ, എന്നാലും കൂടുതൽ സമയം ഇങ്ങനെ ഭാഗവതം കേട്ടുകൊണ്ട് കഴിയാതാണ്, അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങൾ ചിന്തിച്ച് കഴിയുക. അങ്ങനെയാണെങ്കിൽ ദുഃഖിക്കാണ്ട കഴിയുക. തമോദ്വാരം യോഷിതാം സംഗീസംഗം. നേരെ ആവാനുള്ള വഴി അച്ഛൻ പറയാം. മഹത് സേവാം ദ്വാരമാഹുർ വിമുക്തേഹേ. വിമുക്തിക്കുള്ള ദ്വാരം എന്താ ചോദിച്ചാൽ മഹാത്മാക്കളെ സേവിക്കുക. നമുക്ക് വലിയ കഴിവൊന്നുമില്ലെങ്കിലും മഹാത്മാക്കളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ മെല്ലെ മെല്ലെ എന്ത് വരും? ആ കഴിവ് നമ്മളും വരും. നമുക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, എന്നാലും ഈ സജ്ജനങ്ങളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ കുറച്ച് കഴിയുമ്പം നമ്മളെന്തായി മാറും? അറിയാണ്ട് നമ്മളും അതുപോലെയും മാറും, അല്ലേ? നമ്മളങ്ങനെയൊക്കെയല്ല ഓരോന്നോരോന്ന് അങ്ങനെ എന്തോ ആരൊക്കെ വരുന്നു വായിക്കുന്നുണ്ട്. എന്താ നോക്കി നാരായണീയ അതെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ കൂടെ പോയി അങ്ങനെ ഇരുന്നത് ഇപ്പം എന്തായി? അത്രയേ ഉള്ളൂ. പണ്ടൊന്നും ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ വരില്ലേ ഓരോ ദിക്കിലും അങ്ങനെയാണ്. മെല്ലെ 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 നമുക്ക് ആവക വിഷയങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടായി, മെല്ലെ മെല്ലെ മാറ്റം ഉണ്ടാവും. ഉള്ളിലുള്ള അഹന്ത നീങ്ങും, അജ്ഞാനം നീങ്ങും, കാമക്രോധാദികളൊക്കെ പോവും. നല്ല ശാന്തി അനുഭവിക്കാൻ സാധിക്കും. ഇനി ചീത്തയാവാനുള്ള വഴി പറഞ്ഞു തരാം. അതാണ് ലോകത്ത് കൂടുതലും ഉണ്ടാവുക. തമോദ്വാരം, അത് ഇരുട്ടിലേക്കുള്ള വഴിയാണ്. ശരിയാണ്, കേമാന്നൊക്കെ തോന്നും, പക്ഷേ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇന്നറിയില്ല, കുറേ കഴിയുമ്പോഴേ അറിയുള്ളൂ അപകടം പറ്റിയെന്നുള്ളത്. അതുകൊണ്ട് ലോകവിഷയങ്ങളുടെ പിന്നാലെ ഓടാണ്ടിരിക്കുക, പ്രലോഭനങ്ങളിൽ വീഴാണ്ടിരിക്കുക, മനസ്സിനെ അടക്കലാണ് മുഖ്യം. ഇതൊന്നും പറഞ്ഞതില്ലെങ്കിൽ അച്ഛനാവില്ല എന്നുള്ളതുകൊണ്ട് അച്ഛൻ പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. എന്താണ് നല്ല അച്ഛൻ. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു, എന്തായാലും പോവുകയാണ്, സന്യസിക്കാൻ പോവുക. അപ്പം പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടാവാമെന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. ഇത് പറഞ്ഞൊന്നില്ലെങ്കിൽ അച്ഛൻ അച്ഛനാവില്ല, അമ്മ അമ്മയാവില്ല, ഗുരുനാഥൻ ഗുരുനാഥനാവില്ല. അതുകൊണ്ട് പറഞ്ഞൊന്ന് മാത്രം. നിങ്ങളൊക്കെ മൂത്തപുത്രനായ ഭരതനെ അനുസരിച്ചാൽ നന്നായി എന്ന് പറഞ്ഞ അദ്ദേഹം ഭരതനെ രാജാവാക്കി കാട്ടിലേക്ക് ഇറങ്ങി. തൻ്റെ ആ ശരിക്കുള്ള ഭാവം പോയി. അങ്ങനെ അദ്ദേഹം അവധൂതനായി മാറി. അങ്ങനെ സഞ്ചരിക്കും. ഗോമൃഗകാകചര്യയാ, ഇടയ്ക്ക് പശുവിനെ പോലെ കഴിക്കുന്ന ദിക്കിൽ തന്നെ വിസർജിക്കുക. അങ്ങനെ കാരണം ഭേദബുദ്ധിയൊക്കെ പോയി. ഇടയ്ക്ക് കാക്കയെ പോലെ എന്ത് കിട്ടിയാലും കഴിക്കും. അങ്ങനെ കഴിഞ്ഞു. ഒരിക്കലും എന്താ ഉണ്ടായിച്ചാൽ അവിടെ കുടജാദ്രിയിൽ ആ കാട്ടിൽ കുറേ മൃഗങ്ങൾ കാട്ടുതീയിൽപ്പെട്ട് മരിക്കണത് കണ്ടപ്പം സങ്കടം തോന്നി. ഇവർക്കൊക്കെ മുക്തി കിട്ടണമെന്ന് വെച്ചാൽ തൻ്റെ കൂടെ അങ്ങോട്ട് പോയാൽ മതി എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം ചെയ്തു, എന്തായാലും
തൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നെ ദേഹം തിരിക്കാം, ആരുടെ കൂടെ ആയിക്കോട്ടെ, ആ പ്രാണികളുടെ കൂടെ ആവാന്ന അവർക്കൊക്കെ മുക്തി കിട്ടില്ലേ എന്ന് കരുതി എടുത്തങ്ങോട്ട് ചാടി. അങ്ങനെ ഈ ഋഷഭയോഗീശ്വരൻ്റെ കൂടെ ദേഹം ധരിക്കാൻ സാധിച്ചത് കൊണ്ട് ആ പ്രാണികൾക്കൊക്കെ മുക്തി കിട്ടി എന്ന് പറഞ്ഞ സമയത്ത് പരീക്ഷിച്ച് ചോദിച്ചു, അത്ര എളുപ്പാ? ആ മരിക്കാൻ നേരത്ത് ഈ ഋഷഭൻ്റെ കൂടെ മരിക്കാൻ പറ്റിയപ്പോൾ അവർക്കൊക്കെ മുക്തി കിട്ടി പറഞ്ഞാൽ മുക്തി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? അതെ, മുക്തി എന്ന് പറഞ്ഞാൽ രാജാവേ അത് കുറച്ച് എളുപ്പമാണ്. പക്ഷേ ഭക്തി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കേട്ടോ. അത് അങ്ങനെ എല്ലാവർക്കും ഭഗവാൻ കൊടുക്കില്ല. രാജൻ അയ്യോ രാജാവേ, അങ്ങടെ മുത്തശ്ശന്മാർ എത്ര ഭാഗ്യവാന്മാരാ, ആ കൃഷ്ണനോട് ഭക്തിയുള്ളവരല്ലേ. കൃഷ്ണൻ ആ അങ്ങയുടെ മുത്തശ്ശന്മാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നാണ്. നിങ്ങളുടെ കൂടെ ഒന്നില്ലേ, കൂട്ടുകാരനായിട്ട് മന്ത്രിയായിട്ട് ഒക്കെ ഒപ്പം നിന്നില്ലേ, അത് തരാമോ? അത് ഭക്തിയുള്ളതുകൊണ്ടല്ലേ. അതുകൊണ്ട് മുക്തിയേക്കാൾ പ്രധാനം ഭക്തി തന്നെ. മുക്തി എന്ന് പറഞ്ഞാൽ അവസാനം എന്തെങ്കിലും അങ്ങനെ സജ്ജനങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോയാൽ മുക്തി കിട്ടും. പക്ഷേ ഇരിക്കുമ്പോൾ സമാധാനമായിട്ടിരിക്കണ്ടേ? അതിനെന്ത് വേണം? അതിന് വേണ്ടത് ഭക്തിയാണ്. അതുകൊണ്ട് ഭക്തി വേണമെന്ന് ആഗ്രഹിക്കണം. ഈ ഭരതൻ വലിയ ഭക്തനായിരുന്നു. ഭരതസ്തു മഹാഭാഗവത, വലിയ ഭാഗവതൻ, അച്ഛനെ പോലെ തന്നെ. ആ ഭരതൻ രാജ്യം ഭരിച്ചപ്പോൾ അജനാഭം എന്നുള്ള പേരെന്തായി മാറി? പിന്നെ എങ്ങനെ മാറി? ഭാരതം എന്നായി മാറി. ഇപ്പോഴും മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്, എന്നാലും അങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ അതിങ്ങനെ തന്നെ നിൽക്കട്ടെ, അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭാരതം എന്ന വർഷം ആണ്, ഭാരതവർഷം എന്ന് പേര് വന്നു ഭരതം ഭരിച്ചതുകൊണ്ട്. അദ്ദേഹം ഇങ്ങനെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞു, മക്കൾക്ക് അത്യാവശ്യം പ്രാപ്തിയായി. പേരക്കുട്ടി എന്ന് കണ്ടപ്പോൾ വീട്ടിൽ നിൽക്കരുതെന്ന് പറയുക, പിന്നെ അമ്പലത്തേക്ക് പോവുക, സപ്താഹമോ തച്ചാക്കെ നോക്കി വല്ലാണ്ട് അവിടെ നിന്നാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അദ്ദേഹം പേരക്കുട്ടിയെന്ന് കണ്ടതും കാട്ടിലേക്ക് ഇറങ്ങി വാനപ്രസ്ഥം. ഇനി ആധ്യാത്മിക വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം, കൊട്ടാരത്തിലിരുന്നാൽ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഭജനത്തിന് സമയം കിട്ടില്ല, അതുകൊണ്ട് താൻ ഇനി കൂടുതൽ 1008 ഗായത്രി ജപിച്ചും കൊണ്ട് കഴിയുക എന്നൊക്കെ സങ്കല്പിച്ച് അദ്ദേഹം വൽക്കരം കൊടുത്ത് കാട്ടിലേക്ക് ഇറങ്ങിയതാണ്. അവിടെ എത്തി ഒരു ചെറിയ ആശ്രമമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം അങ്ങനെ തർപ്പിക്കാനായിട്ട് ചെന്നതാ നദിയിലേക്ക്. അപ്പോൾ ഒരു കാഴ്ച കണ്ടു, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളൊരു മാൻ നല്ലോണം നോക്കി നിന്നു. അതിന് പിന്നിലായിട്ടൊരു സിംഹം ഒന്ന് ഗർജിച്ചപ്പോഴേക്കും ഇത് പേടിച്ചെടുത്തങ്ങോട്ട് ചാടി. അപ്പോഴേക്കും ചാട്ടത്തിൽ ഗർഭം സ്രവിച്ചു. ഈ മാൻ അപ്പുറത്തെത്തി, അത് പടഞ്ഞങ്ങോട്ട് മരിച്ചു. ഈ മാൻകുട്ടി ഒഴുകി പോവുക. ഇതാര് കണ്ടു? ഭരതൻ കണ്ടു. താൻ എന്താ ചെയ്യേണ്ടത്? എടുക്കണോ വേണ്ടേ? താൻ ഈ നോക്കി വന്നത് ശ്വാസം മുട്ടി മരിക്കും, വെള്ളത്തിൽ മുങ്ങും ഉറപ്പാ. എന്താ ചെയ്യേണ്ടത്? രക്ഷിക്കണോ വേണ്ടേ? രക്ഷിക്കണോ വേണ്ടേ? രക്ഷിക്കണോ വേണ്ടേ? ആകെ ഒരു കൺഫ്യൂഷൻ. നമ്മളാച്ച എന്താ ചെയ്യുക? വീഡിയോ എടുക്കും അല്ലേ? നല്ല കാഴ്ച, എന്താ ചെയ്യുക? അപ്പോൾ ഒറ്റയ്ക്ക് നീന്തലൊക്കെ അറിയിച്ചാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോയി രക്ഷിക്കുക വേണ്ടത്. ഇദ്ദേഹം ആലോചിച്ചത് എന്താ വെച്ചാൽ തനിക്ക് മക്കളൊക്കെ ഉണ്ട് അവിടെ, അവരെ രക്ഷിക്കാണ്ട് വന്നതാ. അവരൊക്കെ ഭഗവാൻ ഏൽപ്പിച്ച് വന്ന ഞാൻ, ഭാര്യ ഉണ്ട് അവിടെ, കൊട്ടാരുണ്ട്, അതൊക്കെ ഭഗവാൻ ഏൽപ്പിച്ച് വന്ന ഞാൻ ഈ കാടിൻ്റെ ധർമ്മത്തിൽ താൻ ഇടപെടണോ? അതാണ് ചിന്ത. ഒന്നിനും ഇടപെടാണ്ടിരിക്കുകയല്ലേ നല്ലത്, അതല്ലേ വേണ്ടത് എന്ന് ചിന്തിച്ചു. പക്ഷെ ഒരു നിമിഷം തോന്നി, അല്ലല്ല, ഇവിടെ ഇപ്പോൾ ഈ കാഴ്ച ആരും കണ്ടിട്ടില്ല, താനിത് കാണും ചെയ്തുവെങ്കിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കണം എന്നാണ്. താനേ കണ്ടുള്ളൂ, പോയി രക്ഷിക്കൂ, താനാണ് ഇപ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും. അഹമേവ മാതാപിതരവും, ഞാൻ തന്നെയാണ് അതിൻ്റെ അച്ഛനും അമ്മയെന്ന് കണക്കാക്കി നീന്തി കണ്ട് പോയി ആ മാൻകുട്ടി എടുത്തു, രക്ഷിച്ചു. ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷെ എന്ത് പറ്റി ചോദിച്ചാൽ, ഞാൻ രക്ഷിച്ച മാൻകുട്ടി എൻ്റെ എന്താണ്, ഞാൻ പ്രസവിച്ചു, എൻ്റെ അല്ലല്ല, പ്രസവിച്ചുള്ളതൊക്കെ ശരി തന്നെ, എൻ്റെ ഒന്നും പറയണ്ട, അത് ഭഗവാന്റെ എന്ന് കൂട്ടിയാൽ മതി. പക്ഷേ ഇതെന്ത് പറ്റി? എൻ്റെ എന്നങ്ങോട്ട് കണക്കാക്കി. എൻ്റെ മാൻകുട്ടി, തൻ്റെ കുട്ടികൾ കുറേണ്ട അവിടെ, അതൊക്കെ ഒഴിവാക്കിയെങ്കിലും ഇവിടെത്തി ഏതൊരു മാൻ്റെ കുട്ടിയെ പിടിച്ച് എന്ത് ചെയ്തു? എൻ്റേന്നാക്കി. അങ്ങനെ മെല്ലെ അദ്ദേഹത്തിൻ്റെ തപസ് കുറഞ്ഞു വന്നു. ജപിക്കാനായിട്ട് വന്ന ആളാണെങ്കിൽ അന്ന് ജപിച്ചില്ല, അന്ന് തർപ്പണം ഉണ്ടായിട്ടില്ല, മറന്നുപോയി. മാൻകുട്ടിയും കൊണ്ട് അങ്ങോട്ട് പോയി. അതിന് ചൂട് വേണം, അങ്ങനെ അതിന് ചൂട് വേണ്ട കരുതിയിരിക്കുകയാണ്. രാവിലെ എണീറ്റ് അതിനും കൊണ്ട് നടക്കുകയാണ്, ഇളമ്പുല്ല് അന്വേഷിച്ച് നടക്കുക രാജാവ്. ഈടെ പ്രസവിച്ച മാൻപേടുണ്ടോ പാല് കൊടുക്കാൻ? ഇങ്ങനെ തിരക്ക്. കൊട്ടാരത്തിൽ ഇത്ര തിരക്കില്ല. അവിടെ ആരെവിടെ ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇവിടെ ആരും ഇല്ല. അദ്ദേഹത്തിന് ഈ മാൻകുട്ടിയും കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ്. 1008 എന്നുള്ളത് 108 ഗായത്രി, നേരല്ല. 108 പിന്നെ 42 ആക്കി, 42 പിന്നെ 24 ആക്കി, പിന്നെ 10 ആക്കി, പിന്നെ വേണ്ട വെച്ചു. ഇത് ഇല്ലെങ്കിൽ സമാധാനമുണ്ട്. അങ്ങനെ അദ്ദേഹം യോഗഭ്രഷ്ടനാവുകയാണ്. ഒരു സാധകൻ്റെ പതനം വർണ്ണിക്കുകയാണ്. മെല്ലെ കുറഞ്ഞു വന്നു. ഇപ്പോൾ ശ്രദ്ധ മുഴുവൻ മാനിലാണ്. കണ്ണങ്ങട്ടടച്ച് ഭഗവാനെ ധ്യാനിക്കാൻ പുറപ്പെട്ടാൽ ആ മാനിൻ്റെ പുള്ളി, അതിൻ്റെ കണ്ണ്, മിന്നും പൊന്നിൻ ഗിരി, അതൊന്നുമല്ല. ആ സ്ഥാനത്ത് മാനങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതങ്ങനെ തൻ്റെ അടുത്ത് വന്ന് മുട്ടിയിരുമ്പുള്ള സുഖം അതങ്ങോട്ട് കണ്ട അടുത്ത മടിയിലങ്ങോട്ട് വെച്ചു. നീയല്ലേ എൻ്റെ മകൻ, നിനക്ക് ഞാനുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. 10 മിനിറ്റ് മാനിനെ കാണാതെ ഇയാൾക്ക് വയ്യ, സഹിക്കില്ല. എൻ്റെ മാൻ എങ്ങോട്ട് പോയി എന്നൊക്കെ ചോദിച്ചാൽ ആകാശത്തിൽ ചന്ദ്രൻ നോക്കി ചീത്ത പറയും. താൻ കൊണ്ടുപോയോ എന്നൊക്കെ ആരോട്? എന്നിട്ട് കവിതയൊക്കെ എഴുതും. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം ആകെ
ആസക്തി ആരോട് വെച്ചു? ഈ മാനോട് വെച്ചു. അതാ കുറ്റം. മാന് രക്ഷിച്ചതൊന്നും ഒരു പ്രശ്നമായിട്ട് പറയണില്ല. രക്ഷിച്ചങ്ങോട്ട് പോകണമായിരുന്നു, അതില്ല. തൻ്റെതാക്കിയില്ലേ? നമ്മളുടെ കുഴപ്പം കണ്ടതിനൊക്കെ പിടിച്ച് തൻ്റെതാക്കണതാണ് ഈ കുഴപ്പം. അതതിൻ്റെ വഴിക്ക് ആവട്ടെ, തൻ്റെ മുന്നിലെത്തി താൻ രക്ഷിക്കുന്നു, തൻ്റെ എന്നുള്ള വിചാരമില്ല, നടക്കട്ടെ എന്നുള്ള മട്ടിൽ ഒന്നിനോട് ഒട്ടാണ്ട് പോകാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ മാൻകുട്ടിയോട് ഒട്ടി, കാരണം ഓട്ടണം എന്നുള്ള വാസന ഉള്ളിലുണ്ട്. അത് ഭാര്യയോടും മക്കളോട് ഒട്ടിയില്ലെങ്കിൽ ആരോടൊട്ടി? അതല്ലേ പ്രശ്നം. അവിടെ ബുദ്ധിമുട്ട്. പണ്ടൊരു സന്യാസി ഇതേപോലെ തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ആരോട് ഒട്ടരുത്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരാകുമ്പോൾ സ്ത്രീകളെ ശ്രദ്ധിക്കണം. മിണ്ടാൻ പോകരുത്. ശിഷ്യന്മാർക്കുള്ള ഉപദേശം, മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, അടുത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോയി കുറച്ചങ്ങോട്ട് പോയപ്പം നദി എത്തി. ആ നദി കടക്കാൻ പറ്റാണ്ടൊരു കുട്ടി, പാവ അച്ഛനെന്തോ വയ്യാണ്ട് അപ്പുറത്ത് നിൽക്കുകയാണ്. ഇവൾക്കാച്ചാൽ നീന്തി പോകാനും വയ്യ, തോണിയില്ല. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, എൻ്റെ തോളിലങ്ങോട്ട് കയറിക്കോളൂ പറഞ്ഞു. ആരെ? ആ കുട്ടിയോടെ. എന്നിട്ട് ആ കുട്ടിയെ തോളിൽ വെച്ച് സന്യാസി അങ്ങോട്ട് പോയി. നദി അങ്ങോട്ട് കടന്ന് അക്കരെ എത്തി. ആ കുട്ടിയെ അവിടെ നിർത്തി. അവൾ പോവുകയും ചെയ്തു. ശിഷ്യന്മാർക്ക് ഇഷ്ടമായില്ല. അവരിങ്ങനെ നോക്കുകയാണ്, നല്ല കഥയാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീകളെ കണ്ടാൽ മിണ്ടരുത്, അടുത്ത് പോകരുത്, ചിരിക്കരുത്, തുടരുത്. ഇപ്പോൾ തോളിൽ വെച്ച് കൊണ്ടുപോയില്ലേ. അവിടുത്തെ വീണ്ടും ക്ലാസ്, നമ്മൾ സ്ത്രീകളെ കാണുമ്പോൾ ശ്രദ്ധിക്കണം, മിണ്ടാൻ പോകരുത്. അവർ ചോദിച്ചു, ഗുരുനാഥ ശരിയായോ? അപ്പം അങ്ങ് ചെയ്തത് ശരിയായോ? അദ്ദേഹം ചോദിച്ചു, എന്താ പ്രശ്നം? നിങ്ങളെ പഠിപ്പിക്കണത് ശരിയായോ എന്നാണോ? അതല്ല, അങ്ങപ്പോൾ ആ കുട്ടിയെടുത്ത് തോളിൽ വെച്ചില്ലേ, അത് ശരിയായോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതാണോ കാര്യം? ഞാനത് അക്കരെ എത്തിയപ്പോൾ താഴത്ത് വെച്ചു, നിങ്ങൾ അവിടുന്ന് എടുത്ത് തോളത്ത് വെച്ചില്ലേ. വെക്കാനും പറയാം, കഴിഞ്ഞടുത്ത് വെക്കാമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കത് പറ്റണില്ല. അവർ തൊട്ടിട്ടില്ല, ഒന്നുമില്ല, അടുത്തന്നെ പോയില്ല. പക്ഷെ എന്തുണ്ട്, മനസ്സിലങ്ങനെ ആ സുന്ദരി ഇങ്ങനെ നിൽക്കുകയാണേ. അവിടെയാണ് കുഴപ്പം. അതാണ് പ്രശ്നത്തിൻ്റെ കാരണം. ഒട്ടിപ്പോവുക, അതാണ് നമ്മുടെയും കുഴപ്പം. എന്താ ചെയ്യുക? ഒഴിവാക്കാൻ പറ്റണ്ടേ? ഒട്ടിപ്പോയി. അത് നിരന്തരമായ ചിന്ത കൊണ്ടാണ് ഒട്ടുന്നത്. നമ്മളതിങ്ങനെ വീണ്ടും ചിന്തിച്ച് മറക്കാൻ നോക്കുമ്പോഴേക്കും വീണ്ടും ചിന്തിക്കും. എന്നിട്ട് വീണ്ടും ചിന്തിച്ചതിങ്ങനെ വീണ്ടും രാഗം, പിന്നെ പല രാഗത്തിൽ പാടി, പിന്നെ അത് വിസ്തരിച്ച് രാഗവിസ്താരം, അങ്ങനെ ഓരോന്ന് കഴിഞ്ഞ് പിന്നെ തനിയാവർത്തനം. അങ്ങോട്ട് വിട്ടാൽ മതി. ഇതത് വീണ്ടും 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 നോക്കി വീണ്ടും ഉറപ്പിക്കുകയാണ്. ആ ചിന്ത വരാണ്ടിരിക്കാൻ ഈശ്വരൻ ചിന്തിച്ചാൽ മതി. അതിനുവേണ്ടി ശ്രമിക്കുക. ആ സ്ഥലത്ത് പോയിരിക്കുക, ദുഃഖമൊക്കെ ഉണ്ടാവും, എന്നാലും അങ്ങനെ ഇരിക്കുക, കുറേയൊക്കെ കേൾക്കാൻ മതി, എണീറ്റ് പോകാണ്ടിരിക്കുക. അങ്ങനെ കേട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അതൊന്ന് മാറിക്കോളും. അതിന് നിൽക്കാണ്ട് വീണ്ടും വീണ്ടും ഒറ്റയ്ക്കിരുന്ന് ഇതന്നെ ചിന്തിച്ച്, വേണ്ടാത്തവനെ ചിന്തിച്ച് വീണ്ടും വീണ്ടും ജഡമായ വസ്തുവിന് പോലും ബലം വയ്ക്കും. അവിടെയാണ് കുഴപ്പം. അവസാനം മാനിനോടുള്ള സംഘം, എൻ്റെ മാൻ എന്ന് പറഞ്ഞ് നടന്നു. ഒരു ദിവസം ഈ മാന് വേറൊരു മാനിൻ്റെ കൂടെ പോയി. അതോടുകൂടി പിടുത്തം വിട്ടു. എന്നാലും പോറ്റി വളർത്തി വലുതാക്കിയിട്ട് എന്നോട് ആ മാൻ, ഏത് മാനാ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. വലിയ വിഷമം. ആ മാൻ പോയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ പേരിൽ നശിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് പലരും അങ്ങനെ ഉണ്ട്. അതിൻ്റെ പേരിൽ പിന്നെ ഇവരും പിന്നെ എവിടെയും പോകില്ല, അവിടെ ആയിരുന്നു. അങ്ങനെ ഭാഗത്തും വായിക്കില്ല, ഒന്നുമില്ല, ഇരുട്ട് മുറിയിൽ ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ആവശ്യമില്ല. അത് എന്ത് ചെയ്യാൻ പറ്റും? ചിലതൊന്നും നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല. കുറേയൊക്കെ പറഞ്ഞു നോക്കുക, ശരിയാക്കി നോക്കുക എന്നല്ലാതെ. ചിലതൊക്കെ അനുഭവത്തിലേ പഠിക്കുള്ളൂ. അവിടുന്ന് പോലെയൊക്കെ ശ്രദ്ധിക്കുക എന്നല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ആ മാൻ പോയതോടു കൂടി അദ്ദേഹം കുറച്ചൊന്ന് വിഷമിച്ചു. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണെന്ത്, നന്നായി, ആ മാൻ പോയത് നന്നായി. താൻ വന്നത് മാനിനെ നോക്കാനാ? ഭഗവാനെ ഭജിക്കാനല്ലേ? തനിക്ക് നല്ലൊരു അടി തന്നത് തന്നെയാണ് ഭഗവാൻ. ഇനി ഞാൻ ആ മാനിനെ പറ്റി ചിന്തിക്കില്ല എന്ന് പറഞ്ഞ അദ്ദേഹം എല്ലാ ഗായത്രി ജപം തുടങ്ങി. അങ്ങനെ 8 12 24 42 108 ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. താൻ അങ്ങനെ ജ്വലിച്ച് വരിക. 1008 അങ്ങനെ ഒരു 6 മാസമായിട്ട്. ഇനിയിപ്പോൾ പേടിക്കല്ലേ, താൻ ഇനി തളരൊന്നുമില്ല എന്നങ്ങനെ വിചാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ആ മാൻ മറ്റേ മാന് ഡൈവേഴ്സാക്കി വിട്ടുപോകും. ഒരാവശ്യമില്ല, അതിനാ വഴിക്ക് പോയാൽ മതി. ഇതാണ് മായ. പെടില്ല എന്നൊക്കെ വിചാരിക്കും. പരീക്ഷിക്കാൻ നിൽക്കണ്ട, പെടും. നൂനം ഭഗവതോ മായ യോഗിനാമഭിമോഹിനി. യോഗീശ്വരന്മാരെ പോലും മോഹിപ്പിക്കുന്നുണ്ട് ഈ മായ. എൻ്റെ മാനയെന്ന് വിളിച്ച് അദ്ദേഹം അങ്ങോട്ട് മരിച്ചു. അടുത്ത ജന്മത്തിൽ മാനായി ജനിച്ചു. ഭഗവാനെ ഭജിച്ച് ചിന്തിച്ച് മരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന ആളാണെങ്കിലും പക്ഷെ എന്ത് ചെയ്യാം? അടുത്ത ജന്മത്തിൽ മാനായെങ്കിലും വെറും മാനല്ല, ഭക്തിമാനായിരുന്നു കേട്ടോ എന്നാണ് ഇവിടെ ശ്രീശുഖം പറയുന്നത്. ഭക്തിക്ക് കുറവൊന്നുമില്ല. കുറച്ചു കാലം ഭജിച്ചതിൻ്റെ ഫലം വെറുതെ ആവും തോന്നുന്നുണ്ടോ? ഇതിന് ഭക്തിയുണ്ട്. അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു. മറ്റുള്ള മാനോടൊന്നും ബന്ധമില്ലാണ്ട് ഇനി താൻ ഒന്നിനും ഒട്ടില്ല. തൻ്റെ മറ്റു മാനോടോട് ബന്ധമില്ലാണ്ട് അങ്ങനെ കഴിഞ്ഞു. ഒരിക്കലും അമ്പലക്കുളത്തിൽ വീണ് ഈ മാൻ സിദ്ധി ആണ്. അടുത്ത ജന്മത്തിൽ ഒരു അങ്കിരഗോത്രത്തിൽപ്പെട്ട ബ്രാഹ്മണൻ്റെ മകനായിട്ട് വന്നു. അപ്പോഴും അദ്ദേഹത്തിന് പൂർവ്വജന്മ സ്മൃതി ഉണ്ട്. ആരോടും ബന്ധം വേണ്ട, മിണ്ടുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെയാണ് ഈ ബന്ധം ഉണ്ടാവും. അതുകൊണ്ട് മിണ്ടണ്ട, ചിരിക്കണ്ടെന്ന് തീരുമാനിച്ചു. സ്വന്തം ഒന്നും ചെയ്യില്ല. അങ്ങനെ ആയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും എന്താ വിചാരിച്ചു, ഇയാൾക്ക് ഒന്നും ഒറ്റയ്ക്ക് വയ്യല്ലോ.
6-7 വയസ്സായപ്പോൾ കൂണൂലൊക്കെ ഇടിച്ചു, അച്ഛൻ ഗായത്രി മന്ത്രമൊക്കെ ഉപദേശിച്ചു, ഒന്നും നേരാവണം അദ്ദേഹം പറയണില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് തന്നോടൊരു ഇഷ്ടം ഉണ്ടാവും, പിന്നെ തനിക്ക് അങ്ങോട്ടൊരു ഇഷ്ടമായി, പിന്നെ വേണ്ട ഒന്നിനോടും ബന്ധം വേണ്ട കരുതി മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയൊക്കെ മരിച്ചു, പിന്നെ സഹോദരന്മാരാണ് നോക്കേണ്ടത്, അവരൊന്നും വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല. ഇയാൾക്ക് 10-24 വയസ്സായി, നല്ല കഴിവ് നല്ല ശക്തിയൊക്കെ ഉണ്ട്. അപ്പോൾ പലരും പല പണി ഏൽപ്പിക്കും, കൂലിയൊന്നും കൊടുക്കില്ല, വേണമെന്ന് പറയൂല. കണപിണ്യാക ഫലീകരണ കൂൽമാഷ സ്ഥാലി പുരീഷാദീനി, എന്താ കൊടുക്കുക? പിണ്ണാക്ക്. പശും കൂടിയും കഴിക്കില്ലെന്ന് കണ്ടാൽ അതിൽ എന്തെങ്കിലും വെള്ളം കലക്കി അദ്ദേഹത്തിന് കൊടുക്കും, പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചത് കരിഞ്ഞതൊക്കെ കൊടുക്കും. അതൊന്നും വേണ്ട പറയൂല. കിട്ടിയതൊക്കെ അമൃതപദഭ്യവഹരതി, അമൃത് പോലെ ഇങ്ങോട്ട് കുടിക്കും, ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നുമില്ല. ഒരിക്കലും വയലിന് കാവൽ നിൽക്കിയിരുന്നു അദ്ദേഹം. അക്കാലത്ത് എന്തുണ്ടായിച്ചൊരു വൃഷളപതി, ഒരു കള്ളന്മാരുടെ രാജാവ്. അയാൾ കല്യാണം കഴിച്ച് മക്കളൊന്നും ഇല്ലാണ്ടിരിക്കുക, അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പം ഏതൊരു വിഡ്ഢി പറഞ്ഞെടുത്തു ഇവിടെ അടുത്തുള്ള ഭദ്രകാളിയുടെ ആ കാവ് പോയിട്ട് നരബലി ഷീട്ടാക്കിയാൽ മതി, ഒരു മനുഷ്യനെ കൊന്നാൽ മതി എന്നർത്ഥം. അയാൾ ഷീട്ടാക്കി, ശാന്തിക്കാരൻ അഡ്വാൻസ് വാങ്ങി വെച്ചു. കീശാന്തിക്കാർ ഒരാളെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അയാൾ അവിടെ നിൽക്കുന്നുണ്ട്, നല്ല ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അറിയില്ല ഇത് കൊല്ലാനാ കൊണ്ടുവന്നത്. കീശാന്തിക്കാർ ഈ പറയണത് അദ്ദേഹം കേട്ടു. അദ്ദേഹം ആ വാതിൽ പൊളിച്ച് അന്ന് ചാടിപ്പോയി. കീശാന്തിക്കാർ ഈ കാര്യം മേശാന്തിയോട് പറഞ്ഞപ്പോൾ മേശാന്തി പറഞ്ഞു, നാളെ പരിപാടി അവതരിപ്പിച്ചേ പറ്റൂ. ആ വൃഷളപതി വരുമ്പം നരബലി നടത്തിയേ പറ്റൂ. ഓടിപ്പോയി അയാളെ കിട്ടിയില്ലെങ്കിൽ എന്നാൽ ഒരു കീശാന്തി മതി ഇവിടെ. വലിയ തിരക്കൊന്നും ഇപ്പം അമ്പലത്തിലില്ല, അതൊരു കീശാന്തിയിലും കാര്യം നടക്കും. അതോടുകൂടി അവരുടെ ബാധ്യതയായി. അവരന്വേഷിച്ചു പോയെങ്കിലും അയാളെ കണ്ടില്ല. അന്വേഷിച്ച് വിഷമിച്ച് കാണാതെ അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് ആരിയ്ക്കണു? വീരാസനത്തിൽ ആ രാത്രി ഭരതൻ അങ്ങനെ ഇരിക്കുകയാണ്. കണ്ടപ്പോൾ തോന്നി ഇയാളെ കൊണ്ടുപോകാൻ വെച്ചാൽ ചോദിക്കാനും പറയാൻ ആരും ഉണ്ടാവില്ല, കൊണ്ടുപോയി വെട്ടിയാലോ എന്ന് കരുതി ആ ഭരതൻ്റെ കയ്യം കണ്ട് പിടിച്ചു, തയ്യാറായിട്ടിരിക്കുക. ഒന്ന് തൻ്റെ ശരീരം കണ്ട് വീണാൽ മതിയിരുന്നു. അടുത്ത ജന്മത്തിൽ ജന്മം കഴിഞ്ഞു, ഇനി ഭഗവാനോട് ചേരുകയാണ്. അത് ബാധ്യതയായിട്ട് കൊണ്ടു നടക്കുക ഈ ശരീരം, അത് പോവല്ലേ എന്ന് കരുതി കൂടെ അങ്ങോട്ട് ചെന്നു. തോട്ടിലങ്ങോട്ട് മുക്കി നല്ലവണ്ണം അങ്ങോട്ട് കുളിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോയി നല്ല പട്ടുടുപ്പിച്ചു, ചെമ്പരത്തിമാല ചാർത്തി, രക്തചന്ദനം തേച്ചു, സിന്ദൂരം അണിയിച്ചു. അങ്ങനെ ജടാമുടിയൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി കൊണ്ടുപോയി ഭദ്രകാളിയുടെ കാവിൻ്റെ മുന്നിൽ അങ്ങോട്ട് നിർത്തിയ സമയത്ത് അവിടെ തൊഴാൻ വരുന്നവരൊക്കെ ആദ്യം ഇയാളെ തൊഴും, പിന്നെ സമയമുണ്ടെങ്കിൽ ഭദ്രകാളി. അങ്ങനെ എന്തൊരു ചൈതന്യം! ആരാച്ചാര് വാളും മൂർച്ച കൂട്ടുന്നുണ്ട്, തകരുന്ന നാദസ്വരം, തോറ്റംപാട്ട്, കോമരങ്ങളൊക്കെ അങ്ങനെ വാളെടുത്ത് തുള്ളുന്നു. കൊണ്ടുപോയി 2 കൈയും കൂട്ടിപ്പിടിച്ച് ആ ബലിക്കലിൻ്റെ മുകളിൽ തലയങ്ങോട്ട് വെച്ചു. എന്നാൽ ഒന്നും ഞെട്ടണ്ടേ, പരിഭ്രമിക്കണ്ടേ. മരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പേടിയൊന്നുമില്ല. മരണം, ഇതിൻ്റെ മുമ്പ് മാനായി മരിച്ചില്ലേ, അതിൻ്റെ മുമ്പ് താൻ ഭരതൻ രാജാവായിട്ട് ദേഹം ഉപേക്ഷിച്ചു. ഇതൊക്കെ എന്ത് അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് പേടിയൊന്നുമില്ല. വെട്ടാനായിട്ട് ആരാച്ചാര് വാളങ്ങോട്ട് ഓങ്ങിയ സമയത്ത് ശ്രീലകത്തേക്ക് നോക്കി, ഭദ്രകാളിയമ്മ അവിടെ ഇല്ലേ, ഇനിയിപ്പോൾ ലീവ് എടുത്ത് പോയോ, അവിടെ ഇല്ലേ എന്നുള്ള മട്ടിൽ വെറുതെ നോക്കിയതാ. പക്ഷെ അത് ആർക്ക് സഹിച്ചില്ല. മരിക്കാൻ മടി ആർക്കില്ല, ഭരതനില്ല പറഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ മകനെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ലോകനന്മ മാത്രം പ്രാർത്ഥിച്ച് സഞ്ചരിക്കുന്ന അവധൂതനെ തൻ്റെ പഠിക്കൽ കൊണ്ടുവന്ന് തലവെട്ടാൻ പുറപ്പെട്ടാൽ ആ ദ്രോഹികളെ വെറുതെ വിടും തോന്നുന്നുണ്ടോ? അതിദുർവിഷഹേണ ദന്തഹ്യമാനേന ബുഷാ സഹസോച്ചചാട സൈവദേവി ഭദ്രകാളി. അമ്മയ്ക്ക് കാരുണ്യം, വാത്സല്യം. തൻ്റെ മകനെ കൊല്ലാൻ നോക്കുകയാണോ എന്നുള്ള മട്ടിൽ ആ വിഗ്രഹം കണ്ട് പൊട്ടിത്തെറിച്ചു. 8 തൃക്കൈകളോടുകൂടി കാളി പുറമേക്കും കണ്ട് ചാടി. ആ വെട്ടാൻ വാങ്ങിയ ആരാച്ചാര കയ്യിൽ നിന്ന് വാളം കണ്ട് വാങ്ങി അയാളുടെ തല ആദ്യം ഒരു വെട്ടി. പിന്നെ കണ്ടിരിക്കുന്നവരുടെ തലകൾ മുഴുവൻ അങ്ങനെ വെട്ടി. ശിരക്കന്തു കലീലയാ, പന്ത് കളിച്ചു ആ തലകളെ കൊണ്ട്. ഒരാളുടെ തല മാത്രമേ വെട്ടാത്തതുള്ളൂ ഭരതൻ്റെ, അയാളുടെ വെട്ടാൻ കൊണ്ടുവന്നു. ബാക്കിയൊക്കെ വെട്ടി. ചോരപ്രളയം. അതൊക്കെ കഴിഞ്ഞ് ഭരതൻ്റെ അടുത്ത് വന്നു നോക്കുകയാണ്. ഭരതൻ ചോദിച്ചു, എന്തിനാ അമ്മയെ രക്ഷിച്ചു? അങ്ങോട്ട് പോയാൽ മതി, ഇതോടുകൂടി കഴിഞ്ഞില്ലേ. അമ്മ പറഞ്ഞു, ആയില്ല, നിനക്ക് പോകാൻ സമയമായിട്ടില്ല, നിനക്കിപ്പം ഈ ശരീരം വേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുകൊണ്ട് ലോകർക്ക് പലതുണ്ടേ. നാളെപ്പം വരും രഘുഗൺ എന്ന് പേരായിട്ടൊരു രാജാവ് തത്വാർത്ഥം മരണമെന്ന് മോഹിച്ച് നടക്കുക. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ ഏർപ്പാടാക്കിയത് നിന്നെയാണ്. സമയമാകുമ്പം പോരെ പോവുക, തിരക്കൂട്ടണം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചാൽ പോയി. ആ ഭദ്രകാളിയമ്മ പോയി. അതാണ് ഭദ്രകാളി പ്രാദുർഭാവം, ഭരതൻ്റെ ചരിത്രം.